ഇത്രയും മാസ്കുലിനായിട്ടുള്ള ഈ ആടുതോമ എവിടെയെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ ഒന്ന് കണ്ണ് നിറയണ്ടേ, ഒന്ന് കണ്ണ് ചുവക്കണ്ടേ? ഈ റേഡിയോ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഞാൻ അതൊക്കെ എൻ്റെ ആദായം പറഞ്ഞത് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത് എൻ്റെ അപ്പം പറയട്ടെ, നിനക്ക് വേറെ എടാ ഇത് ഈ റേഡിയോ എല്ലാവരും ഉണ്ടാക്കിയ റേഡിയോ, നീ അത് രണ്ടാമത് പുനഃസൃഷ്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ അത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കെ. നീ വന്നിറങ്ങി കഴിഞ്ഞ എന്നെ ഇങ്ങനെ മാറി കെട്ടിപ്പിടിച്ചു. ചളമാണോ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ചളം അല്ല ആവശ്യം. സ്ക്രിപ്റ്റിൽ ഒരു വട്ടോളിയുണ്ട്, ആ വട്ടോളി ആവശ്യം. അതിൽ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈസ് ജസ്റ്റ് ലൈക്ക് എ റബ്ബർ പണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാറ്റ് നിറയ്ക്കൊന്നും വേണ്ട, അയാൾ അങ്ങനെ ഒരു നിറവോടെ ഇങ്ങോട്ട് വരുന്നത്. ആഫ്റ്റർ ഓൾ ഷീ സിൽക്സ് വിത്ത് അത് റോങ്, യു ഡോണ്ട് സേ ദാറ്റ്. മമ്മൂട്ടി ശരിക്കും ആ മരത്തിന്റെ മണ്ട വരെ കയറിയോ? ആ കയറി ആണല്ലേ, കയറി. ഞാൻ ഒത്തിരി തെറിയും മേടിച്ചു എൻ്റെ ഫിലിം കരിയറിൽ. ഞാൻ എന്താ അങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചത്, ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അതൊരു ആശയ ദാരിദ്ര്യമായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നിയ ഒരു ഷോട്ടാണ്. സംവിധായകൻ ശ്രീ ഭദ്രൻ നമ്മുടെ കൂടെ. സാറിന്റെ സിനിമകൾ ഞാൻ നോക്കുമ്പോഴേ ഈ ഭയങ്കര ബ്ലെൻഡ് ഓഫ് ഡിഫറെന്റ് ജോണേഴ്സ് ആണ് സാർ ചെയ്തേക്കുന്നത്. ഇടനാഴിയിൽ ഒരു കാലച്ച് അല്ലെങ്കിൽ പൂമുഖപ്പടിയിൽ എന്നെ കത്ത് ചെയ്ത ആളാണോ ഈ സ്ഫടികം ചെയ്തതും അങ്കിൾ ബൺ ചെയ്തതും എന്നൊക്കെ ആൾക്കാർ സംശയിക്കാറുണ്ട് അല്ലേ? ഈ പല ജോണേഴ്സ് ട്രൈ ചെയ്യാന്നുള്ളത് വലിയ തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റ് ആണ്. ഒരു പക്ഷേ ഞാൻ ഈ കൂടുതൽ സിനിമ ചെയ്യാതെ പോകുന്നതിന് കാരണവും ഒരു പക്ഷേ അതാവാം. കാര്യം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമ എന്തും ആയിക്കൊള്ളട്ടെ, അത് ചിലപ്പം സക്സസ്ഫുൾ ആവാം, ഫെയില്യൂസ് ആവാം, എന്തും ആയിക്കൊള്ളട്ടെ, ഡസൻറ്റ് മാറ്റർ. പക്ഷേ വ്യത്യസ്തമായിട്ട് ഒരു ജോണർ വേണം എന്നുള്ളൊരു ശാഠ്യം എന്നിലുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ടേക്ക് ഓഫ് ഒക്കെ ഭയങ്കര ഫൈനായിട്ട് തോന്നും, കൊള്ളാലോ ഇത് വ്യത്യസ്തതയുണ്ട്. പക്ഷെ കുറച്ചങ്ങ് പോകുമ്പം കുറേശ്ശെ കൂപ്പൂത്താൻ തുടങ്ങും. കുത്തി അത് ഇങ്ങനെ ഒരു ക്ലിഷയിലേക്കൊക്കെ അങ്ങ് മാറുമ്പോൾ തൊട്ട് മുമ്പിൽ മിനിച്ചിലാറുള്ളത് കൊണ്ടേ അപ്പം അങ്ങനെ ഒരു ജോണർ നമുക്ക് വ്യത്യസ്തമായിട്ട് മറ്റു പടങ്ങളിൽ ഈ ലോകത്ത് എന്തുമാത്രം സിനിമകൾ ഇറങ്ങുന്നുണ്ട്, എന്തുമാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സിലെ സിനിമകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ. നമുക്ക് നമ്മുടേതായിട്ട് ഇഷ്ടപ്പെട്ട് തോന്നുന്ന ഒരു സിനിമ. എനിക്ക് മാത്രമല്ല, ഞാനൊക്കെ ഒരു സിനിമയുടെ ഒരു ബീജം എന്നിൽ വന്നു കഴിയുമ്പോൾ, ഒരു ആശയം വന്നു കഴിയുമ്പം ഞാൻ ഉടനെ അന്ന് അങ്ങ് എഴുതി കളയാം, സിനിമയാക്കി കളയാം എന്നുള്ളതല്ല. ഞാൻ ഇങ്ങനെ ഒരു വർഷം 2 വർഷമൊക്കെ ചുമ്മാ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു നോക്കും. ഈ പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അവരുടെ ശ്രദ്ധ നമുക്കറിയുമല്ലോ. ആ ശ്രദ്ധ ഇങ്ങനെ പറയുന്നതനുസരിച്ച് ഇങ്ങനെ അവരുടെ മുഖത്ത് അവരെങ്ങനെ എൻഗ്രോസ്ഡ് ആകുന്നുണ്ടോ എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാവും. അത് ആ ഒരു ഒബ്സർവേഷനും എപ്പോഴും ഉണ്ടാവും. അതിൽ നോക്കി ആകുന്നുണ്ടെങ്കിൽ പിന്നെ അത് ടേക്കപ്പ് ചെയ്യുന്നുള്ളൂ. ആണല്ലേ? പണ്ട് തൊട്ടേ പണ്ട് തൊട്ടേ അങ്ങനെ. സ്ഫടികമൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് ഒരുപാട് പേരോട് പറഞ്ഞ അങ്ങനെയാണോ? അല്ല, അത് ആക്ച്വലി സ്ഫടികം സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒത്തിരി ആവർത്തിച്ചിട്ടാണ്, എങ്കിൽ പോലും പറയാം. ഈ സ്ഫടികം എൻ്റെ ജീവിതത്തിൻ്റെ, എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ കുട്ടിക്കാലവും എന്നെ പഠിപ്പിച്ച സാറുമാരും എൻ്റെ അപ്പനും ഒക്കെ എപ്പോഴും അപ്പനെപ്പോഴും ഞാൻ മിടുക്കനാണ് ഇവൻ മുഹമ്മദ് റാഫിയെ പോലെ പാട്ട് പാടണം എന്നൊക്കെ ആഗ്രഹിച്ച അപ്പനാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പറയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ പുള്ളിക്കാരനെ ഈ സയൻസ് പഠിക്കണേ, നീ കണക്ക് പഠിക്കല്ലേ നിനക്ക് വലുതാകാൻ പറ്റുള്ളൂ. അപ്പം അന്ന് ഈ പുള്ളി ഈ കണക്കും സയൻസും ഒക്കെ കൊണ്ട് നടക്കുകയാണ്. അപ്പം ഈ മറ്റേ സാധനം തലയെ കയറുകയില്ല ഇത് കണക്ക്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് എപ്പോഴും നമ്മളെപ്പോഴും സ്കൂളുകളിലായാലും എൻ്റെ എൻറ്റയർ കരിക്കുലത്തിൽ എൻ്റെ അക്കാഡമിക്സിലൊക്കെ ഞാൻ പലപ്പോഴും അബാൻഡഡ് ആവുന്നുണ്ടായിരുന്നു. നമുക്കൊരു കൈപ്പാങ്ങില്ലാതെ നമ്മൾ കൊള്ളില്ല, നോ ഗുഡ്. നമ്മൾ പഠിത്തത്തിനകത്ത് ഈ വളരെ കുട്ടിക്കാലം മുതൽ അപ്പനെങ്കിൽ നീ അവനെ കണ്ടുപിടിക്കുക, നീ ഇവനെ കണ്ടുപിടിക്കുക, മറ്റവരെ കണ്ടുപിടിക്കുമ്പോൾ നീ ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു തന്നെ നമുക്കെന്താണ് കുഴപ്പം, നമുക്കെന്താണ് കുഴപ്പം എന്നൊരു തോന്നൽ നമ്മളിങ്ങനെ വ്യാകുലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ സ്ഫടികം ഉണ്ടാകുന്നതിനൊരു കാരണം വളരെ അബ്സല്യൂട്ട്ലി. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ സിനിമ എപ്പോഴും ഉത്ഭവിക്കേണ്ടത്, അത് നാമ്പെടുക്കേണ്ടത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ നമ്മൾ അറിഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കിയിൽ നിന്നോ, ചുരുക്കം പറഞ്ഞാൽ അനുഭവത്തിൽ നിന്ന് തന്നെ ആവട്ടെ സിനിമ. നമ്മൾ ഏത് ജോണർ, ഇപ്പം ഒരു ചോദ്യമുണ്ട്, അയ്യർ ദ ഗ്രേറ്റ് എന്ന സിനിമ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാണ്? അല്ല, ആർക്കോ സംഭവിച്ച ഒരു സംഭവകഥ വളരെ യാദൃശ്ചികമായിട്ട്
ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ മദ്രാസിലെ ബ്രെയിനിൻ്റെ ഉം. ന്യൂറോളജിയുടെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ പരിചയപ്പെടുത്തിയ ആളോട് പറഞ്ഞു, ഇദ്ദേഹം ഫിലിം മേക്കറല്ലേ, ഉം. ഞാൻ നിങ്ങൾക്ക് ഒരു ആശയം തരാം എന്ന് പറഞ്ഞ് മധുരയിൽ സംഭവിച്ച ഓ, ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഓക്കെ. പറഞ്ഞതാണ്. അപ്പോൾ ആ ഇൻസിഡൻറ്റിനകത്തുനിന്ന് ഇത് കൊള്ളാലോ, അതിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന അതെ അതെ അതൊരു വലിയൊരു ലൈറ്റ്നിങ്ങിനകത്തുനിന്ന് ഒരു സൈക്കിൾ ഷോപ്പ് വരും. എൻ്റെ മകൻ അവൻ സൈക്കിൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലൈറ്റ്നിങ് പെടുകയും പെട്ടെന്ന് അവനിലെ ഒരു 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 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവനിലെ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഭയങ്കര മൂടിയാവുന്നു പുള്ളി, ആരോടും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഭക്ഷണം വേണ്ടെന്ന് വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ ചുമ്മാ അവനിങ്ങനെ ഒരു വാണ്ടറാവുക. അങ്ങനെ അവിടെ ഏതോ ഒരാളെ അവൻ കൊല്ലപ്പെടും, അവനെ വധിക്കും, അവനെ കൊല്ലും എന്ന് ഇവൻ പറഞ്ഞു. പറഞ്ഞതായിട്ട് ഈ ഡോക്ടറിനോട് പറയണം. അപ്പോൾ ഒരു ലൈറ്റ്നിങ്ങിനൊരു ഒരാളുടെ ചിന്തകളെ മാറ്റാനും നാളത്തെ പറയുവാനൊക്കെ ഉള്ളൊരു ശക്തിയുണ്ടോ? ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒക്കെ പഠിക്കാൻ തുടങ്ങി. അമേരിക്കൻ കോൺസുലേറ്റ് എൻ്റെ ഒരു സ്കൂള്, ഞാൻ കോൺസുലേറ്റിൽ പോയിരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ചുമ്മാ റെഫർ ചെയ്യും, കാണുകയൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഫാക്കൽറ്റി അവിടെയുണ്ട്. ഇങ്ങനെ നാളെ പറയാനുള്ള ആ ഒരു ശക്തി എവിടെയോ നമ്മുടെ ബ്രെയിനിൻ്റെ അവസ്ഥയിൽ എവിടെയോ അത്, പക്ഷെ അത് സ്ലീപ്പിംഗ് ആണ്, ഡോർമെൻ്റ് ആണ്. ഓക്കെ, അപ്പം അതിനൊരു ചാട്ടം ആവശ്യമുണ്ട്, ഒരു ഫയർ ആവശ്യമുണ്ട്, ഒരു ട്രിഗർ ചെയ്ത ഒരു എക്സ്പ്ലോഷൻ അതിന് ആവശ്യമുണ്ട്. ഒരു പക്ഷെ ആ ഒരു എക്സ്പ്ലോഷൻ ആയിരിക്കാം മമ്മൂട്ടി മരത്തെ കയറിയത്. ഓക്കെ. ഇന്നത്തെ കാലത്ത് മിന്നൽ മുരളി ഉണ്ടായി, ഒരു സൂപ്പർമാൻ ഉണ്ടായി. അന്ന് അങ്ങനത്തെ ഒരു മമ്മൂട്ടി ശരിക്കും ആ മരത്തിന്റെ മണ്ട വരെ കയറിയോ? കയറി ആണല്ലേ? കയറി. ഞാൻ ഒത്തിരി തെറിയും മേടിച്ചു. അതൊക്കെ ഭയങ്കര ഇതിന്റെ ഹൈറ്റിലേക്ക് കയറാനുള്ള പേടിയും, അതൊരു കഥയാണ്. സാറിന് മമ്മൂട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ സാറ് പൊതുവെ എന്ത് കിട്ടണം എന്നുള്ള ഒരാളാണല്ലോ. ആള് ഇപ്പൊ ദേഷ്യം വന്നാൽ ചൂടാവുന്ന ആളോ? അപ്പൊ നിങ്ങൾ ഈ ഫ്രിക്ഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ നല്ലത് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ സിനിമയിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എല്ലാം മുൻപിൽ മമ്മൂട്ടി ഒരു 8 സെൽ ബാറ്ററിയാണ്. അദ്ദേഹം ബാറ്ററി എടുത്ത് നമ്മുടെ മുഖത്തടിച്ചു കളയും. പക്ഷെ ഗംഭീര നടനാണ്, ഇതൊക്കെ വേറെ കാര്യം. മമ്മൂട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അഭിനയത്തിൽ പോലും നമ്മൾ കാണുന്നൊരു കാര്യം, മനസ്സിനകത്ത് ഉണ്ടാകുന്ന സംഘർഷങ്ങളുണ്ടല്ലോ. ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടതിന് ശേഷം അതിൽ നിന്ന് പുള്ളി അത് പുറത്തോട്ട് എടുത്തത് മുഖത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയും, പിന്നെ ഒപ്പം അതിൻ്റെ ഒരു വാക്കുകളുടെ റെൻഡറിങ്ങും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വളരെ കൽപ്പുള്ള വലിയ നടനാണ്. ഞാനിപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു കുറവായിട്ട് പറഞ്ഞൊന്നുമില്ല, അതൊക്കെ അങ്ങനെ കിടക്കും. നമ്മൾ വീട്ടിനകത്ത് നമ്മളുടെ പ്രിയപ്പെട്ട 3 മക്കളുണ്ടെന്ന് സങ്കല്പിക്കുക. ആ 3 മക്കൾ ഒരുപോലെ ആയിരിക്കും? ഇല്ല. ആ 3 മക്കളുടെയും പെരുമാറ്റം അപ്പനോട് ഒരുപോലെ ആയിരിക്കുമോ, അമ്മയോട് ഒരുപോലെ ആയിരിക്കുമോ? അതൊക്കെ അങ്ങനെ കിടക്കും. അപ്പം നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ അദ്ദേഹം എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തോട് ചോദിക്കണം. മാറ്റം എപ്പോഴും 2 ഭാഗത്ത്. ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ സമയത്ത് ആ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കേണ്ടത് 2 ഭാഗത്തു നിന്നുണ്ടാകും. സംവിധായകൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ ഒരുങ്ങണം. പക്ഷേ ആ വിട്ടുവീഴ്ചകൾ നമ്മുടെ ആ കൺസെപ്റ്റിനെ ഡാമേജിങ് ആണെന്ന് നമുക്ക് തോന്നിയാൽ, കാര്യം തീർച്ചയായിട്ടും ഒരു സ്ക്രിപ്റ്റ് ഏറ്റവും കൂടുതൽ, ഒരു കഥ, തിരക്കഥ, അതിൻ്റെ സംഭാഷണങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അറിയാവുന്ന, ആരേക്കാൾ കൂടുതൽ അറിയാവുന്ന അതിൻ്റെ ഫിലിം മേക്കർക്ക് തന്നെയാണ്. അത്രത്തോളം ഒരു നടൻ എത്താനാവില്ല, ആർക്കും എത്താനാവില്ല. സ്ഫടികത്തിലെ ഈ ആ ഷെയ്ഡ്സിന്റെ താഴെ കണ്ണീരിങ്ങനെ വീഴുമല്ലോ, ആ ഗ്ലാസിന്റെ താഴെ കൂടി. അതാണ് എനിക്ക് അതിലെ ഏറ്റവും ഇഷ്ടമുള്ള മൊമെന്റ്. അതിൽ ഒരുപാട് കൈയടി കിട്ടുന്ന ഒക്കെ ഉണ്ടാവാം, പക്ഷെ അത്രയും മാസ്കുലിനായ, അത്രയും തെമ്മാടിയായ ഒരാൾ വൾണറബിൾ ആകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഈ കഥ ഞങ്ങൾ ചിന്തിക്കും മുതലേ ഇത്രയും മാസ്കുലിനായിട്ടുള്ള ഈ ആടുതോമ എവിടെയെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ ഒന്ന് കണ്ണ് നിറയണ്ടേ, ഒന്ന് കണ്ണ് ചുവക്കണ്ടേ? അതിന് പറ്റിയൊരു സിറ്റുവേഷൻ എവിടെയാണ് ഉണ്ടാവുക? ഒരു പക്ഷേ ദ ഹോൾ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു യാത്ര, അങ്ങനെ ഇതിനെല്ലാത്തിനെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള
ഒരു മർമ്മപ്രധാനമായ സീക്വൻസിലേക്ക് തിരക്കഥ യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്രയുടെ പരിസമാപ്തിയായിരുന്നു ആ കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു കോൺടെസ്റ്റിലാണ് അയാൾ കരഞ്ഞു പോകുന്നത്. കരയല്ല ചെയ്യുന്നത്. ആ കരയുമ്പോഴും ആ ഗൗരവ മുഖത്തൊന്നും പോയിട്ടില്ല, ഇല്ലേ? എന്നിട്ടും ആ കരയുന്ന ചുവന്ന കണ്ണുകൾ അവളെ കാണിച്ചില്ല. ആൻഡ് ദാറ്റ് വാസ് കവേർഡ്. ഈവൻ ആ കണ്ണുകൾ പോലും മാസ്ക് ചെയ്തു. ആ കണ്ണുകൾ കാണാൻ അവൾ ഒരിക്കൽ ചോദിച്ചു, നിന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി തന്നാൽ മതി, നിനക്ക് എന്ത് പാരടി നീ ചോദിച്ചപ്പം ആ മുഖത്തിരിക്കുന്ന കണ്ണാടി. അത് അവൾ പറയുന്നില്ലേ, എനിക്ക് ആ കണ്ണാടിയല്ല, കണ്ണിനകത്തിരിക്കുന്ന എൻ്റെ പഴയ തോമസ് ചാക്കോയുടെ കണ്ണുകളാണ് എനിക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ ഈ കഥ ഉണ്ടാകുന്ന ഒരു സമയത്ത് തന്നെ ഇയാളെ ഒന്ന് കരയിപ്പിക്കണം. ആ കരച്ചിൽ ഒരുപക്ഷെ ലോകം മുഴുവൻ കരയും. ഈ സിനിമ കാണുന്ന ആൾക്കാർക്ക് ഇപ്പം ഞങ്ങൾ ഈയിടെ അടുത്ത കാലത്ത് റീലോഡ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ തൊട്ടടുത്തിരുന്ന എൻ്റെ പ്രൊഡ്യൂസർ ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്, ഓഫ് എന്തായില്ലേ മോഹൻലാൽ കാര്യം പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കി, അവിടെ കണ്ണുപോലും നമ്മൾ കണ്ടില്ല കേട്ടോ, ആ കണ്ണാടിക്കകത്തൂടെ ഒഴുകുന്ന ആ കണ്ണുനീര് ഉണ്ടാ തുടങ്ങിപ്പോയി. ആക്ച്വലി ആ കോണ്ടസ്റ്റാണ് അത് യാത്ര ചെയ്ത, ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു യാത്രയുണ്ടല്ലോ, അതിലേക്ക് കൊണ്ടുപോയി എത്തിച്ച ആ ഒരു നോട്ടുണ്ടല്ലോ, ആ നോട്ടിൽ നിന്നുണ്ടായ കണ്ണുനീരാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു തീമഴയായിരുന്നു അല്ലേ? പൊതുവെ പറയല്ലോ, ആണുങ്ങൾ വൾണറബിളായ ആണുങ്ങളെയാണ് ആൾക്കാർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതും ഇഷ്ടാവുന്നതും എന്നൊക്കെ പൊതുവെ ഇപ്പൊ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു അത്. പിന്നെ അത് റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയപ്പോൾ കുറച്ച് അഡീഷൻസ് ഒക്കെ പുതുതായി ചേർത്തിരുന്നല്ലോ അല്ലേ സാർ? ഉണ്ടായിരുന്നില്ല? ഈ ചില ബസ്സിന് താഴെ അതൊക്കെ ശരിയാണ്. റീമാസ്റ്റർ ചെയ്ത സമയത്ത് ഈ റീമാസ്റ്ററിങ്ങിനകത്ത് 4K വരുമ്പോൾ 4Kയുടെ ഒത്തിരി ചുമതലകളുണ്ട്. 4Kയുടെ ആ ഒരു എൻറ്റയർ പ്രസരണം ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് തിയേറ്ററിനകത്ത് അതിങ്ങനെ. അപ്പം അന്ന് നമുക്ക് എടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഷോട്ടുകളുണ്ടായിരുന്നു. ഒരു 10-26 ഷോട്ടുകളും എങ്കിലും എനിക്ക് ആ കാല സമയത്ത് ക്യാമറ വരാതെയോ പല പല കാരണങ്ങളാൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഉദാഹരണമായിട്ട് തന്നെ നമ്മൾ ഈ ലോറിക്കടിയിൽ വെച്ചിട്ടുള്ള ആ ബോംബ് പൊട്ടുന്നതിന് കുറച്ച് മുമ്പ് അതിങ്ങനെ ബിൽഡ് ചെയ്ത് കയറുമ്പോൾ പിന്നെ നമ്മൾ അതിനടിയിലാണ് കാണുന്നത് അല്ലേ? അതിന്റെ ഹൗസിംഗ് എന്ന് പോകുന്ന സെൻട്രൽ പിനിയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ വീലുകൾ കാണുക. അതിന് പറ്റിയ ക്യാമറ വെക്കാനൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ല. ഇല്ലാത്തപ്പോൾ ലോറി വെട്ടിപ്പൊളിക്കേണ്ട വന്നു. അന്ന് ഈ ഇന്നത്തെ ടെക്നോളജികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ അന്ന് എടുക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ പല ഷോട്ടുകൾക്ക് നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ സാധാരണ ഒരു വളരെ കണ്ടംപററി ആയിട്ടുള്ള ഫിലിം മേക്കിങ്ങിനകത്ത് വന്നു പോകുന്ന ഷോട്ടുകൾ അല്ല, വ്യത്യസ്തമായിട്ട് എന്ത് ഷോട്ടുകൾ എടുക്കാം എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തിൽ എടുക്കാൻ നമുക്ക് പരിമിതികളുണ്ടായിരുന്നു. അതിപ്പോൾ വന്നപ്പോൾ നമുക്കത് കിട്ടി. പല സന്ദർഭങ്ങളിലും എടുക്കാൻ പറ്റിയ ക്യാമറയും സെറ്റപ്പും ഒക്കെ വന്നപ്പോൾ ഏതാണ്ട് ഒരു 36-38 ഷോട്ടുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഷോട്ടുകൾ ഒരു 3-4 സെക്കൻഡ്സ് ഷോട്ട്, സീനും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം റീമാസ്റ്റർ ചെയ്യുമ്പോൾ സൗണ്ടിങ്ങിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൗണ്ടിങ് ആണല്ലോ, ചുമ്മാ ഡയലോഗുകൾ മാത്രമുള്ള ഒരു സിനിമയ്ക്കാണെങ്കിൽ ഈ 4K ആറ്റ്മോസിലൊന്നും വലിയ കാര്യങ്ങളില്ല. അപ്പം അതിന് ആ ഒരു 4K ആറ്റ്മോസിന്റെ എൻറ്റയർ അതിൻ്റെ ഒരു കിക്ക് കിട്ടണമെങ്കിൽ ചില ഷോട്ടുകളുടെ ആവശ്യം വന്നതുകൊണ്ട് അങ്ങനെ ചേർത്തത്. അതില് പല ഇൻവെൻഷൻസും ഉണ്ടല്ലോ, ഈ ചെറുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും. അതെല്ലാം ഞാനായിരുന്നു. ആണല്ലേ? ഈ റേഡിയോ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഞാൻ അതൊക്കെ എൻ്റെ ആദായം പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത് എൻ്റെ അപ്പം പറയട്ടെ, നിനക്ക് വേറെ ഇത് ഈ റേഡിയോ വലിയൊരു ഉണ്ടാക്കിയ റേഡിയോ, നീ അത് രണ്ടാമത് പുനഃസൃഷ്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ അത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. അപ്പം എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പെങ്ങളുടെ മകൻ ഒരു ടോമിക്കുട്ടിയാണ്, കാജൽപിള്ള. പുള്ളിക്കാരൻ ഭയങ്കര ഇത്തരത്തിലുള്ള ഒരു ഇൻവെൻ്ററാണ്. ഈ റേഡിയോ നന്നാക്കുക, പിടിക്കുക, മറ്റുണ്ടാക്കുക. പുള്ളി എന്തെങ്കിലും ഒരു ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം തീർന്നു കഴിയുമ്പം പമ്പ് സെറ്റ് ഓൺ ആവണം. അന്നത്തെ കാലഘട്ടത്തിൽ ടാങ്കിൽ വെള്ളം തീരുന്നതനുസരിച്ച് അവിടെ മോട്ടോർ ഓൺ ആവണം. അതിന് പുള്ളി അന്ന് തന്നെ ചില സംവിധാനങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ എനിക്ക് പുള്ളിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ചിരണ്ടി ഇങ്ങനെ പുള്ളിക്ക് അത് ചോദിച്ച് മനസ്സിലാക്കും. ഇല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്ക് വണ്ടി കയറും. പുള്ളിയുടെ ഒരു ഫിറ്റിംഗ് റൂമുണ്ട്, ആ ഫിറ്റിംഗ് റൂമിൽ കയറിയിരുന്ന് പലതും കാണുക, അവിടെ നിന്ന് അടിച്ചോണ്ട് വരിക, ഇത് എനിക്ക് വേണം, നീ ഉണ്ടാക്കി. ഈ സോപ്പ് ഡിഷ് റേഡിയോ എല്ലാം അവിടുന്ന്. അപ്പം അതെല്ലാം കാണുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു എൻകറേജ്മെന്റ് ആയിരുന്നില്ല നമുക്ക്. വെദർ യു വേസ്റ്റിംഗ് യുവർ ടൈം, ഇതൊക്കെ നീ പഠിക്കണമെങ്കിൽ സയൻസ് പഠിക്കണം. അല്ല, അപ്പം പറഞ്ഞതും ശരിയാണ് കാര്യം. ചാക്കോ മാഷ് എന്ത് പറഞ്ഞാലും ഫൈനലി ചാക്കോ മാഷ് ശരിയല്ലേ? ആക്ച്വലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഫടികം ഈസ് എ സ്റ്റോറി ഓഫ് ചാക്കോ മാസ്റ്റർ. ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റോറി ഓഫ് ആടുതോമ, the story of a master. There lived a schoolmaster who designed his children according to his will and wish.
അപ്പം അതിനകത്ത് അയാൾക്ക് സംഭവിച്ച പരിക്കുകളുടെ കഥയാണ് സിനിമ. യെസ്. അല്ല ശരിയല്ലേ? ഗ്രാജുവലി ആയിട്ടുണ്ടാകുന്ന ഒരു ട്രാൻസിഷനാണ്, ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ. ആ അതാണല്ലോ അത്. ചെകുത്താനെന്ന് എഴുതി വെച്ച പേരായിക്ക് തോന്നി, യെസ് ഹി വാസ് വൺസ് അപ്പോൺ എ ടൈം, ഇറ്റ് ഈസ് മീ ഹു സ്പോയിൽ ഹിം. അപ്പം അങ്ങനെ സ്പോയിൽഡ് ചെയ്ത ഞാൻ തന്നെ അവൻ്റെ പെടലേക്ക് ഈ ചെകുത്താനെന്ന് എഴുതി വെച്ചത് എന്തൊരു വിരോധാഭാസമാണ്. ഇത് മറ്റാർക്കും മാറ്റാൻ കഴിയില്ല, എനിക്കേ പറ്റുള്ളൂ. അച്ഛൻ തന്നെ മാറ്റി. സാറും സാറിന്റെ ഫാദറും തമ്മിലേ അങ്ങനെ ഒരു പിന്നീട് ഈ അണ്ടർസ്റ്റാൻഡിങ്ങും ആള് തിരിച്ചറി അങ്ങനത്തെ എന്തെങ്കിലും ഇല്ല? ഈ സ്ഫടികത്തിൽ ആടുതോമയുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ സാറുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്, ഇങ്ങനെ അല്ലേ? സാറിന്റെ ഒരുപാട് കണക്റ്റഡ്. അത് എൻ്റെ അപ്പനും ഇതുപോലെ തന്നെ പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാൽ, അതുപോലെ ആറ്റിൽ കുളിക്കാൻ പോയി സമയത്ത് തിരിച്ചു വന്നെങ്കിൽ ഈ ആറ്റിൻ്റെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടവ് വളരെ വളരെ ഫേമസ് കടവായിരുന്നു. മാട്ടയിൽ കടവ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കല്ലിനകത്ത് കൊത്തിയിട്ട കല്ലുകൾ, ഒരു ചുരുങ്ങിയൊരു 10-60 നടകളാണ് താഴോട്ട്. എൻ്റെ അപ്പൻ അവിടെ വന്ന് ഈ തോർത്ത് മേടിച്ച് നനഞ്ഞ തോർത്തിന് അടിച്ച് മുളി കയറ്റും. നനഞ്ഞ തോർത്തിന് നല്ല അടിച്ച് മുളി കയറ്റും. അന്നത്തെ അതിപ്പോൾ അപ്പൻ്റെ കുറ്റമൊന്നുമല്ല, നീ അന്നത്തെ കാലഘട്ടവും അന്നത്തെ കാർന്നവന്മാരുടെ ചിന്തകളും ഒക്കെ തന്നെയായിരുന്നു. ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കില്ല എന്ന് പറയുന്നതേ സാർ നേരിട്ട് കേട്ടുള്ള ഡയലോഗാണോ? അതെ, നേരിട്ട് കേട്ടുള്ള ഡയലോഗാണോ? അല്ല, അതെന്റെ പറഞ്ഞത് അത് എൻ്റെ ഒരു കണക്ക് പഠിക്കാൻ കഴിയാതെ പോയല്ലോ, കണക്കിലൊട്ടും നോ ഗുഡ് ഇൻ മാത്തമാറ്റിക്സ് എന്നുള്ള നമ്മളുടെ ഒരു തിരിച്ചറിവുണ്ടല്ലോ. ആ തിരിച്ചറിവിൽ നിന്ന് അത് ഉണ്ടായതാവാനാണ് സാധ്യത. അയ്യോ ഒരു സംശയം വേണ്ട. കാര്യം എനിക്ക് എൻ്റെ സ്വന്തം വണ്ടിയുടെ നമ്പർ ഇപ്പം ഇപ്പം എൻ്റെ ഈ ഷെഡിൽ കിടക്കുന്ന എൻ്റെ വണ്ടി 7 വർഷം കഴിഞ്ഞു. ഇഫ് യു ആസ്ക് മീ ദ നമ്പർ ഓഫ് ദിസ് കാർ, സിൻസിയർലി സ്പീക്കിംഗ്, ഇഫ് യു ആസ്ക് മീ മൈ ഫോൺ നമ്പർ, എനിക്ക് എൻ്റെ ഫോൺ നമ്പർ പോലും അറിയില്ല. എന്താണെന്നറിയില്ല എനിക്ക്. ഈ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ അക്കങ്ങളുണ്ടല്ലേ, അക്കങ്ങൾ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ കയറില്ല. അത് പോയി. അപ്പം അത് തന്നെയായിരുന്നു പഠിക്കുന്ന കാലത്ത് മാത്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു രക്ഷയില്ല. അയ്യോ, അത് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരുമാതിരി മറ്റേ വെള്ളം കിട്ടാതെ കിടക്കുന്ന ചതുപ്പ് നിലമില്ലേ, വലിയ ഇങ്ങനെ കുറെ കാലമായിട്ട് വിണ്ട് കയറി കിടക്കുന്ന ഭൂമി പോലെ ഇങ്ങനെ കണക്കെന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു മനസ്സൊരു ഒരു വരൾച്ചയാണ്. അത് പഠിക്കുന്ന കാലം പോലെ അങ്ങനെ ആയിരുന്നു. അപ്പം ഒരു പക്ഷേ അങ്ങനെ, പക്ഷെ എന്നാലും കണക്കില്ലാതൊരു ലോകമുണ്ടോ? എല്ലാത്തിലും കണക്കല്ലേ. എവ്രിതിങ് ദർ ഇസ് എ കണക്കില്ലാതെ പറ്റത്തില്ല. ആ ചിന്തയിൽ നിന്ന് ഉരുവായൊരു ഡയലോഗ്, അത് വലിയ സന്ദേശമല്ലേ ആക്ച്വലി. എവിടെ പോയാലും അത് പറഞ്ഞ അപ്പം തന്നെ എന്തൊരു ഭയങ്കര കയ്യടിയും ഷെയറിങ്ങുമാണ്. അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ അതങ്ങോട്ട് ഒരുതരം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പക്ഷേ അതിനും ഒരു നിമിത്തമല്ലേ ഇത്. നമ്മൾക്ക് പറ്റുന്നില്ല, കണക്ക് മാത്തമാറ്റിക്സ് നമ്മളിൽ ചെല്ലുന്നില്ല. ആ ചെല്ലാതെ നിൽക്കുന്ന ആ മനസ്സിനകത്തോട്ട് സ്റ്റിൽ മാത്തമാറ്റിക്സ് വേണ്ടേ എന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ മനസ്സിലെപ്പോഴും നിൽപ്പുണ്ട്. അപ്പം ആ തിരിച്ചറിവിൽ നിന്ന് ആണ് അത് എനിക്ക് കണക്കറിയില്ല, എനിക്ക് എന്നാ സംഭവിച്ചു, ഞാനൊരു ഫിലിം മേക്കറായില്ലേ, അത്യാവശ്യം നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയില്ലേ, എന്നെ ആൾക്കാർ അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ സമാധാനമായിട്ട് മാറിയിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതെന്നെ ഒരു ദൗർബല്യമാണ്. അതെനിക്ക് എനിക്കറിയാൻ പറ്റിയില്ല. എത്രയോ പേര് കണക്കറിയുന്നവരുണ്ട്. പക്ഷേ ഈ റേഡിയോ കണ്ടുപിടിക്കുമ്പോൾ ആ മണിയടിക്കുന്ന അതിലൊക്കെ ഒരു എഞ്ചിനീയറിംഗ് ആവശ്യമാണ് താനും, അല്ലെ? വേറൊരു തരം എഞ്ചിനീയറിംഗ് ആവശ്യമാണ്. ആ ഒരു എഞ്ചിനീയറിംഗ് സ്കിൽ എന്നിലുണ്ട്. അതാണ് തമാശ. അത് എന്തുകൊണ്ടാണ് അതും ഇതുമായിട്ട് എന്തുകൊണ്ടത് ഇക്വേറ്റ് ചെയ്യാതെ പോയെന്നുള്ളത് സ്റ്റിൽ ഇറ്റ് ഇസ് ഒരു മിസ്റ്ററി എനിക്ക്. അതെന്താണത് അങ്ങനെ ചെയ്യുന്നത്? കാര്യം ഇപ്പം ഈ നമ്മൾ വീട് വെക്കുമ്പോഴും പല കാര്യങ്ങൾക്കും എഞ്ചിനീയർമാർ പോലും അവർക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ അത് കൺസീവ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അപ്പോൾ സിനിമയിൽ അതുണ്ടാകുന്നു പലപ്പോഴും. പല സന്ദർഭങ്ങളും പലരും ചോദിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ഈ എല്ലാം ഒരു കാര്യത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ആ ഡീറ്റെയിലിങ്. ഇപ്പം ഇന്നലെ ഔസേപ്പച്ചൻ വിളിച്ചിട്ട് നിലാ പൈതലെ പാട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ പറയുകയാണ്, ഞാൻ നിങ്ങളിപ്പോൾ അടുത്തുണ്ടായിരുന്നെ കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് ഒരു ഉമ്മ തന്നെ കേട്ടോ. എന്താണ് ആ പാട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്, എന്തൊരു ഓരോ അതിൻ്റെ വിഷ്വൽസിലേക്കൊക്കെ ഒരു ഈ ഡാൻസ് ഈ ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ലാതെ നമ്മൾ സീൻ എടുക്കുന്നവരെടുക്കുകയല്ലേ. അപ്പോൾ ഇത്ര കൃത്യമായിട്ട് ഓരോന്നിനും അത് ഇണങ്ങിയ രീതിയിലുള്ള ഒരു കണക്കുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിഷ്വൽസും വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിലതുണ്ട്. ആ ഒരു കണക്ക് നമ്മൾ കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. എന്ത് മാത്രമല്ല പുള്ളി ഒന്നുകൂടെ പറയുകയാണ്,
ആ നിലാപ്പൈതൽ എന്നുള്ള പാട്ട് അത്രയും സൗന്ദര്യം ഉണ്ടാവാൻ കാരണം അതിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് ആ തിരക്കഥ കൊണ്ടുവന്ന് വെച്ച രീതിയാണ്. അതെ അതെ. ആ കുട്ടീനെ ആർക്കും വേണ്ട. അതെ. The whole curriculum says no, he is no good. Yes. He is not meant for the school. He is not meant for school എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളിൽ അന്നത്തെ കുഞ്ഞോക്കോ സാർ പറഞ്ഞു he is not meant for the school. Take him എന്ന് അന്ന് ഞാൻ അവിടെ ഒന്ന് കേട്ടു. ഓക്കെ, ഞാൻ പഠിച്ച ഡോൺ ബോസ്കോ സ്കൂളിൽ ഈ മാത്തമാറ്റിക്സ് ക്ലാസ്സിനകത്തുനിന്ന് എപ്പോഴും എന്നെ ഐ വാസ് കിക്ക്ഡ് ഔട്ട്. ഓൾവേസ്. യാതൊരു ദാക്ഷിണ്യമില്ല. ഭൂതലിംഗം സാറാ എപ്പോഴും മാട്ടേൽ ഒരു വിളിയാ ഔട്ട്. കാര്യം ഞാൻ വളരെ ഡിസ്ട്രാക്റ്റീവാണ് ക്ലാസ്സിനകത്ത്. നമുക്ക് കണക്ക് മനസ്സിലാകുന്ന ചുമ്മായിരിക്കുകയല്ല, പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ക്ലാസ്സിനെ തന്നെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം നമ്മളെ അവിടെ നിന്ന് മാറി. ആ, അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഈ കണക്ക് ഇപ്പം നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെ നമ്മളെ കോർണർ ചെയ്യുന്ന, നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണോ, എന്താണ് നമ്മളുടെ കുറവ് എന്നുള്ള ഒരു ഒരു മനസ്സിൻ്റെ ഒരു പിരിമുറുക്കമുണ്ടല്ലോ ഇങ്ങനെ. ആ ഒരു എന്തോ നല്ലതിന് എൻ്റെ ആ പിരിമുറുക്കമൊക്കെ നല്ലതിലേക്ക് അത് പോയി ഭാവിച്ചു. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചാനലൈസ് ചെയ്യാൻ സാറിന് പറ്റി. ചാനലൈസ് ചെയ്യാൻ അതൊന്നും നമ്മുടെ മിടുക്കായിട്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ അപ്പൻ സ്ഫടികം എന്ന സിനിമ എൻ്റെ അപ്പന് ഒട്ടും ഇഷ്ടമായില്ല. ആണോ? മൈ ഫാദർ ജസ്റ്റ് പോയിന്റ് ബ്ലാങ്ക് ഹി സെഡ്, എന്ത് നീ എന്താ ഈ പറയുന്നത്, സിനിമ ഒന്നും അല്ലടാ, സിനിമ അയ്യർന്ന് കേട്ട് സിനിമ എന്തു സിനിമയാടാ, അതിനകത്ത് ഒടുക്കത്തെ മലയാള സിനിമയിലുള്ള സർവ്വ സംവിധായകന്മാരുടെയും ബുദ്ധിയുണ്ട് അതിനകത്ത്. അതൊരു ആരും ചിന്തിക്കാത്തൊരു പ്രമേയമല്ലേ. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു മരത്തെ കയറുന്നു, ആ മരത്തിൻ്റെ മണ്ടയിൽ നയക്കൊരു എൻലൈറ്റ്മെൻ്റ് ഉണ്ടാകുന്നു. എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അത് അയാളിൽ ഡോർമെൻ്റായി കിടന്ന ഒരു ഫാക്കൽറ്റി ഓപ്പൺ ആവുകയാണ്. അയാൾ താഴെ വരുന്നു. പിന്നെ അയാളുടെ ജീവിതം ടൂ മച്ച് ഓഫ് ഡിസ്ഹാർമണീസ്. ആൻഡ് ദെയർ ബൈ വൺ ഡേ ഹി പ്രിമോണിഷ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഹാവ് എ ബേബി. കൃഷ്ണൻ വന്നാച്ചു വീട്ടിക്ക്. കാരണം പുള്ളിക്ക് ഇച്ചിരി കൈനോട്ടോ ഈ ശാസ്ത്രമൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഒന്ന്. രണ്ട്, ആ തോട്ട് ഒരു ഭയങ്കര വ്യത്യസ്തമായ തോട്ടാണ്. അതായത് സാർ പറഞ്ഞു എനിക്ക് തോന്നുന്നത്, കുട്ടികളെ നമ്മൾ മനസ്സിലാക്കാതിരിക്കുക, അതിന്റെ പെയിൻ അവരെങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത് പലയിടത്തും തീമായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ സ്ഫടികത്തിലാവട്ടെ, ഒളിമ്പ്യനിലാവട്ടെ അല്ലെ. അതുപോലെ ഈ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ട്രബിൾഡ് ആയ ഫാമിലിയിൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന എന്താണ്, ഇപ്പൊ പൂമുഖപ്പടിയിൽ അതിൽ വന്നാൽ ആ കുട്ടി എന്താണ്, അവൾ അവസാനം എന്ത് ദുരന്തത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളത് കണക്റ്റഡ് ആയിട്ട് തോന്നാറുണ്ട്. അതിന് ഈ കുട്ടിക്കാലവും സ്കൂളിങ്ങും ഒക്കെ ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് മതിയാവില്ല. കാര്യം എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പം ഈ അപ്പനും അമ്മയ്ക്കും ഇടയിൽ സമാധാനമില്ലാതെ, പക്ഷെ വയറ് നിറച്ച് എമ്പടി ആഹാരവും ഉണ്ടാവും. മറ്റ് എല്ലാ സുഖസൗകര്യങ്ങളും നമുക്ക് മുൻപിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോഴും ഇവരപ്പനും അമ്മയും അവർ തമ്മിൽ ഉള്ള ചേർച്ചക്കുറവ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാവേണ്ട ആ സ്നേഹം ഇല്ലാതെ. ഞാൻ പറയാം, എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് ഒരു സെറ്റിലിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ മരിക്കുന്നിട വരെ കണ്ടില്ല. അപ്പൊ തിരിച്ച ഒരു പാരന്റ് ആയപ്പം അങ്ങനെ ആവാതിരിക്കാൻ ഉള്ളൊരു ബോധപൂർവമായ ശ്രമമോ അല്ലെങ്കിൽ നാച്ചുറലി നിങ്ങൾ അങ്ങനെ ആയിരുന്നു? അല്ല, ഞാൻ ബോധപൂർവമായിട്ട് ശ്രമിക്കായിരുന്നു. ആണല്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ വാസ് സോ പോസസീവ്. ഭയങ്കര, എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഒരുതരം മാഡ് പൊസഷൻ ഇല്ലേ, ആ തരത്തിൽ എൻ്റെ അപ്പൻ എന്നാ ചെയ്താലും എൻ്റെ അമ്മയ്ക്ക് സംശയമാണ്. ആ സംശയത്തിൽ നിന്നാണ് ഈ പൂമുഖപ്പടിയിൽ നിന്നെയും ക്യാരക്ടർ ഉണ്ടാകും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. അപ്പം എല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് കഥയാവാനും അത് തിരക്കഥയാവാനും സിനിമയാവാനും ഒക്കെ കാരണങ്ങളുണ്ടാവും. അതെപ്പോഴും നമ്മുടെ ചുറ്റുവട്ടങ്ങളൊക്കെ തന്നെയാന്നേ. ഇപ്പം MT പറയും, നിളയില്ലായിരുന്നുവെങ്കിൽ, എനിക്കപ്പുറം നിളയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു, അഭിനയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ചുറ്റും ഈ തരത്തിലുള്ള MTക്കും MTയുടെ കുട്ടിക്കാലത്ത് ഞാൻ MT ആയിട്ട് വളരെ അടുപ്പമായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന തന്നെ എനിക്ക് MT എന്ന് പറഞ്ഞാൽ എനിക്ക് MT സാർ എന്ന് പറഞ്ഞാൽ വാസുവേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുതരം ഭ്രാന്തായിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ തിരക്കഥകളൊക്കെ പറ്റും കാണാപ്പാടം പഠിക്കുക. എന്നിട്ട് ഇവിടെ സ്കൂളിൽ എന്താ സ്കൂളിൽ വരും, ഞങ്ങളുടെ അന്നത്തെ ബുദ്ധിജീവികളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ ഈ നോൺ സ്റ്റോപ്പ് കഥകൾ പറയാ. ഞാൻ ഈ കണക്കിലൊക്കെ നമുക്ക് കുഴപ്പമാണെന്ന് പറഞ്ഞാലും സിനിമയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഈശ്വര കൃപയാൽ ഒരു കുഴപ്പം
സംഭവിച്ചിട്ടില്ല. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ചുറ്റുവട്ടങ്ങൾ വലിയൊരു പ്രാധാന്യം, ഒരു കലാകാരനെ സംബന്ധിച്ച് ചുറ്റുവട്ടങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ഇന്ന് 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 വരുന്ന സിനിമകൾക്കെല്ലാം അതിനകത്തൊന്നും ഈ ബന്ധങ്ങളില്ലാതെ, കണ്ടന്റ് ഓറിയൻറ്റഡ് ആവാതെ എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെ കാണുന്നു. അത് കാണാൻ കുറേ ആൾക്കാരുമുണ്ട്, കളക്ഷനുമുണ്ട്. അതാണ് സിനിമ എന്ന് കണ്ട് ഇടയ്ക്ക് നല്ല സിനിമകൾ വന്നു പോകുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാലമില്ലായിരുന്നോ മലയാള സിനിമയിൽ ഏതാണ് മോശം സിനിമ? കമോൺ, ഏതാണ് മോശം സിനിമ? എല്ലാം നല്ല സിനിമകളായിരുന്നില്ലേ? സത്യം പറഞ്ഞാൽ കഥകൾ ചിന്തിക്കുമ്പോൾ എല്ലാ സിനിമകളും വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് കഥ എന്ന് ചിന്തിച്ചു പോകും നമ്മളങ്ങനെ. അപ്പോൾ ആ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ, ശ്വാസം മുട്ടൽ, മറ്റെല്ലാ സുഖങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എരിഞ്ഞു കൂടി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുക, അങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ വിമ്മിട്ടങ്ങൾ മാത്രമാണ്. ഞാനവിടെ ബോർഡിങ്ങിൽ പഠിക്കുമ്പോഴും എൻ്റെ അപ്പനും അമ്മയും അവിടെ എന്തായിരിക്കും ആ ചിന്ത എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ ഫിലിം മേക്കർ ആയതിനു ശേഷവും ആ ഒരു സൂക്ഷ്മത വിടാതെ അന്ന് ഈ 36 വയസ്സിൽ ഫിലിം മേക്കർ ആയ ആ പ്രായം മുതൽ അത് ഇന്ന് വരെ, ഈ നിമിഷം വരെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ ആദ്യം അയ്യ ദ ഗ്രേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് ഈ പെരുവൺ ദുരന്തം ഉണ്ടായത് സാർ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടായിരുന്നു എന്ന്, അല്ലേ? ആ ഇയറൊക്കെ ആയിട്ട് കണക്ക് കൂട്ടുമ്പോ അതുമായി ബേസ് ചെയ്താണോ ആ കപ്പൽ അതായത് സിനിമയായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട്? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് എപ്പോഴും സിനിമ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുക. അപ്പോൾ ഇപ്പം ഒളിമ്പ്യൻ ആന്റണി ആദം സിനിമ റിലീസ് ചെയ്ത സമയത്ത് അതിനകത്ത് പറയുന്ന കംപ്ലൈൻറ്റ് കേട്ടാൽ നമുക്ക് ചിരി വരും. ഈ പോലീസിൽ കാണിക്കുന്ന ഇത്രയും ടെക്നോളജിയും ടെക്നിക്സും ഇതൊക്കെ ഒന്നും ഇപ്പോഴത്തെ എവിടെ പോലീസിൽ അതൊന്നും ഇല്ലല്ലോ. ഈ നമ്മൾ സിനിമ കാണിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് മാത്രമല്ല കാണിക്കുന്നത്, ഒരു പോലീസ് സേന എങ്ങനെയായിരിക്കണം എന്നുകൂടി നമുക്ക് കാണിക്കണം. അത് ആ സ്വാതന്ത്ര്യം കലാകാരന് മാത്രമേ ഉള്ളൂ, എഴുത്തുകാരന് മാത്രമേ ഉള്ളൂ. ഇവരാർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ടോ? നമുക്കിത് അവിടെ പോലീസിൽ പോയി ഇമ്പോസ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. കമോൺ, ഈ സീ എ മൂവി ആൻഡ് ലേൺ ഫ്രം ഇറ്റ് എന്ന് പറയാൻ നമുക്ക് സിനിമ ഉണ്ടാവും. സാർ, ഈ സ്ഫടികം കാണുമ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് ചോദ്യമാണ്. അതിൽ ആ തട്ടുമ്പുറത്ത് പോലീസ് കയറി വരുമല്ലോ, മോഹൻലാലൊക്കെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഒരാളതിൽ വാ പൊത്തിച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഷോട്ടിൽ മുഖത്തിന് കൈ മാറ്റുമ്പോൾ ആളുടെ പല്ലില്ല. അതെന്താ സംഭവിച്ചേ? അത് പല്ലില്ലാത്ത ആളായിരുന്നു. പക്ഷെ ഫസ്റ്റ് പല്ലുണ്ട്. അതെ, അതാ പറഞ്ഞത്. പല്ല് ഇല്ലാത്ത ഒരാള് അവൻ ആ സ്ഥലത്ത് പല്ല് വെപ്പിച്ചോണ്ട് വന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഞാനൊരു കഥ കേട്ടു. അതായത് ഭദ്രൻ സാർ ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ട് ഈ ഡെന്റിസ്റ്റ് അടുത്ത് കൊണ്ട് പല്ല് എടുപ്പിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ പറയുന്ന കഥ അതാണ്. ഈ സിനിമയിൽ എനിക്ക് ഇങ്ങനെ ഒരു സാധനം കാണിച്ച ആളാകാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് പുള്ളി പറഞ്ഞ ഞാൻ ഫ്രണ്ടിലെ പല്ല് അങ്ങനെ ഇടിപ്പിച്ചതാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി, അത് കാണുമ്പോ നമുക്കൊരു ഇതെന്ത് പറ്റി കാണിക്കണോ, തൊട്ടടുത്ത ഷോട്ടില് പല്ലില്ലല്ലോ. എൻ്റെ സിനിമയില് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഹരിഹരൻ സാറിന്റെ കൂടെയല്ലേ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സാറിങ്ങനെ കണ്ടിന്യൂറ്റി കാര്യത്തിലൊക്കെ ഭയങ്കര ഷാർപ്പാണ്. പുള്ളിക്കത് ഇങ്ങനെ കണ്ടിന്യൂറ്റി കട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് ഫോട്ടോ ഫിനിഷാണ്. പുള്ളിയുടെ മനസ്സിനകത്ത് 5 ആർട്ടിസ്റ്റ് 10 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ആക്ഷൻ എവിടെയായിരുന്നുള്ളത് പുള്ളിക്ക് കൃത്യം. ഡ്രോയിങ് മാസ്റ്റർ കൂടെ ആയിരുന്നല്ലോ, കൃത്യം. ഇപ്പം ഇവിടെ കുഴപ്പം എവിടെയാണെന്നറിയോ, ഈ കട്ട് പറയുന്നിടത്തായിരിക്കത്തില്ല ചിലപ്പം എഡിറ്റർ കട്ട് വരും. സംവിധായകൻ പറയുന്ന കട്ടിൻ്റെ ചിലപ്പം മച്ച് ബിഫോർ ആയിരിക്കും റിയൽ കട്ട് വരുന്നത്. കാര്യം ഈ ആക്ടർ ഇങ്ങനെ ഗംഭീരമായി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, ഇയാൾ ചിലപ്പോൾ ഒരു പക്ഷേ പോട്ടെ ഇച്ചിരി പോട്ടെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അങ്ങനെ നിങ്ങളുടെ ഒരു ധാരണയിലായിരിക്കാം ഇച്ചിരി ഒരു 5 സെക്കൻഡോ അത് 10 സെക്കൻഡോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. അവിടെ ആയിരിക്കും കട്ട് വരുന്നത്. അത് പറഞ്ഞപ്പോ എനിക്ക് ഒരു പാട്ട് ഓർമ്മ വരുന്നേ, വാതിൽ പഴുതിലൂടെ പാട്ടിലെ വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ. അപ്പൊ അതിൽ കാണുമ്പം ആ തറയില് ഭയങ്കരമായ റെഡ് ഞാൻ കാണുന്നുണ്ട്. അതിപ്പോ ഈ സ്ക്രീനിന്റെ മോശം പ്രിന്റിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ശരിക്കും അവിടെ റെഡ് ഉണ്ടോ എനിക്ക് സംശയം തോന്നാറുണ്ട്. അതെന്താ അവിടെ എന്താ? ആക്ച്വലി എൻ്റെ ഫിലിം കരിയറിൽ ഞാൻ എന്താ അങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചത്, ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അതൊരു ആശയ ദാരിദ്ര്യമായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നിയ ഒരു ഷോട്ടാണ്. അതായത് കുങ്കുമം ചാർത്തും എന്നൊരു വാക്കവിടെ കിടപ്പുണ്ട്.
കുങ്കുമം ഇട്ടിരിക്കുക. അങ്ങനെ ലിറ്ററലി, അതായത് ഒരിക്കലും അങ്ങനെ ഒരു സിനിമയിൽ എപ്പോഴും ഒരു ലിറ്ററലായിട്ടൊരു ട്രാൻസാക്ഷൻ പാടില്ല, ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു കാക്കയുടെ പടം വരച്ചിട്ടേ അതിൻ്റെ താഴെ കാക്ക എന്ന് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാക്കയാണെന്ന് നമ്മൾ കാണുമ്പം തിരിച്ചറിയണം. അപ്പോൾ അതാ കോറിഡോറിൽ വന്ന് കിടക്കുന്ന ആ റെഡിഷ് ആയിട്ടുള്ള ലൈറ്റിൽ തന്നെ അത് കുങ്കുമമായിട്ട് കാണേണ്ടിയിരുന്നു എന്ന് ഞാൻ പിൽക്കാലത്ത് ഒരു കാര്യം ഞാൻ പറയാം. സ്റ്റീഫൻ സ്പിൽബർഗ് പറയുന്ന പോലെ നമ്മളെപ്പോഴും സിനിമ ചെയ്താ പഠിക്കുക. നമ്മളെപ്പോഴും സിനിമ ചെയ്താണ് പഠിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സിനിമയിൽ തന്നെ നമ്മൾ സമ്പൂർണ്ണമാണെന്നും അതിനകത്ത് എല്ലാം ഉണ്ടാവുമെന്നും അതിലൊരു തരത്തിലുള്ള മിസ്റ്റേക്കും ഉണ്ടാവത്തില്ല എന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഈവൻ ഇഫ് അറ്റ് ദി ഏജ് ഓഫ് 50 യു മേക്ക് എ ഫിലിം, അപ്പോഴും ഈ കുഴപ്പങ്ങൾ ഉണ്ടാവും. സിനിമ എന്ന് പറഞ്ഞൊരു യാത്രയാണ്. സിനിമ മേക്കിംഗ് ഈസ് ഒരു ട്രാവലാണ്. ആ പോകുന്ന വഴിക്കകത്ത് നമുക്ക് ഈ തരത്തിലുള്ള മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും ഞാൻ ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എന്നോടിത് ഇങ്ങനെ ഭാഷയൊക്കെ അറിയാവുന്ന, സാഹിത്യത്തെക്കുറിച്ചൊക്കെ നന്നായി സംസാരിക്കുന്ന കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഭദ്രസാറിൽ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. കാരണം ആ ഒരു സിനിമ ആയത് അവർക്കത് കുങ്കുമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് ചോദിക്കാത്തൊരു, ഞാൻ ഇപ്പോൾ അപ്പോഴൊക്കെ ഞാനത് കൺഫസ് ചെയ്യും. എനിക്കത് പറ്റിപ്പോയതാണ്. അത് ഞാനത് ചെയ്യാൻ പാടില്ല. അതൊക്കെ എൻ്റെ ഒരു കളരി. ഇതും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം ഒരു കളരി തന്നെയാണ്. ഇനി ചെയ്യാനുള്ള സിനിമകളിൽ കൂടെ നമ്മൾ അതാ ഞാൻ പറഞ്ഞു, ഇതൊരു ഒരു ഒരു പഠിക്കാൻ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ സിനിമ ചെയ്യുമ്പോൾ. നിലാപ്പൈതലേ പറഞ്ഞപ്പോൾ അതിലെ ആ മുളം തണ്ടായി മുറിഞ്ഞ മനം തഴുകുന്ന പാട്ട് ഞാൻ മറന്നേക്ക് നൊമ്പരം, ആ പോർഷൻ എപ്പോ കേട്ടാലും അവിടെ നമ്മളിങ്ങനെ അലിഞ്ഞു പോകും. ഭയങ്കര രസമാണ് ആ പാട്ട് കേൾക്കാൻ. അതെന്നാന്നറിയോ, അത് ഈ ലിറിക്സ് എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഭയങ്കരമല്ല, ഒരു ഭീകരമായ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവും എപ്പോഴും ആരെഴുതിയാലും. ഞാൻ എൻ്റെ ജീവനായി മനസ്സിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ആരാധനാ പുരുഷനെ കൊണ്ട് നടന്ന ആളാണ് ഭാസ്കരൻ മാസ്റ്ററെ കൊണ്ട് ഒരു സിനിമയിൽ എനിക്ക് പാട്ടെഴുതിപ്പിക്കണം എന്നുള്ള എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞാൻ പൂർത്തീകരിച്ച സ്ഫടികത്തിലാണ്. അപ്പോൾ ആ ഭാസ്കരൻ മാസ്റ്ററെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോഴും മാസ്റ്റർ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ അവിടുത്തെ വിഷ്വൽ ഇതാണ്, ഈ വിഷ്വലിന് ചേർന്ന. അപ്പം ഇപ്പോഴും പറയും വിഷ്വൽസ് ഭദ്രൻ തന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ട് നല്ല കാര്യം, ഇറ്റ്സ് ഗുഡ്. ഞാൻ വിഷ്വൽസ് ഇതാണ് എൻ്റെ പിക്ചറെ. എൻ്റെ പാട്ട് റെഡിയായി വന്ന് പാട്ട് കേട്ടിട്ട് നമ്മൾ വിഷ്വൽ ഉണ്ടാക്കുകയല്ല. ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനകത്ത് എന്തൊക്കെ വിഷ്വൽസ് വന്നാൽ ഈ പാട്ടിനെ അപ്രൈം ചെയ്യാം. അതിനെ ഒരു പാട്ട് എപ്പോഴും ഒരു സിറ്റുവേഷനിൽ നിന്ന് വേറൊരു സിറ്റുവേഷനിലേക്കുള്ള ഒരു പാലമായി കാണുന്നു. ഒരു സിറ്റുവേഷൻ അവിടെ വന്നു നിന്നു, ഈ മുഹൂർത്തത്തിനകത്ത് ഒരു പാട്ടുണ്ടാകുന്ന രീതിയിൽ എൻ്റെ പ്രീ ബിൽഡപ്സുകൾ അങ്ങനെ വരണം. ആ പ്രീ ബിൽഡപ്പിൽ കൂടെ വേണം ഇതൊരു പാട്ടിലേക്ക് വരണം. ആ പാട്ട് അപ്പോൾ ഒരു ബ്രിഡ്ജാണ്, അത് കയറി ഇറങ്ങി അപ്പുറത്ത് അല്ലെങ്കിൽ തോണി കയറി മറയിറക്കി ചെല്ലുന്ന പോലെ ആവണം. അപ്പോൾ ആ തോണിയിൽ എന്തെല്ലാം വേണം, ആ തോണിക്കകത്ത് എന്തെല്ലാം, അത് ആ തോണി ഒരു സംഭരണിയാണ്. നമ്മളാ പോകുന്ന വഴിക്ക് ചിലപ്പോൾ തേങ്ങ ഒഴുകി വരും, പോള ഒഴുകി വരും, പുഷ്പങ്ങൾ വരും, വന ലില്ലികൾ ഒഴുകി വരും, പലതും വരും. അതെല്ലാം നമ്മളെടുത്ത് കളക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഞാൻ എപ്പോഴും ഈ ലിറിക്ക് എഴുതുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ലിറിക്കുകളൊക്കെ ഇതൊന്നുമില്ലാതെ എത്രയോ ലിറിക്കുകൾ നമ്മുടെ മലയാള സിനിമയിൽ ഭംഗിയുള്ള ലിറിക്കുകളുണ്ടായിരുന്നു. അതുണ്ടായിക്കോട്ടെ, അതെല്ലാം ശരി. പക്ഷെ എനിക്ക് വേണ്ടുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം എനിക്ക് ഉണ്ട്. ആ ബോധ്യത്തിലൂടെ ലിറിക്ക് എഴുതിയാണ്. ലിറിക്കെന്ന് പറയുന്നത് ആ സിറ്റുവേഷൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ സിറ്റുവേഷന് ഉതകുന്ന രീതിയിൽ അതിൻ്റെ പദ്യം, അതിൻ്റെ സാഹിത്യം അങ്ങനെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അത് അങ്ങനെ അപ്പോൾ എഴുതുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് അത് ഒന്ന് കൊണ്ടില്ലെങ്കിൽ, ഒരു പോറൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അല്ലേ, അത് നമ്മുടെ മനസ്സിനെ ഒന്ന് കാർവ് ചെയ്ത് വരണം. അതുവരെ അവർ ഒന്നുകൂടെ മാറ്റിയാലോ, നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റിയാലോ. എന്താ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളെ എന്ന് എഴുതിയ ആളാണ് ഭാസ്കരൻ മാസ്റ്റർ. നിങ്ങൾ ആലോചിച്ചു, അന്നേ പുള്ളി എനിക്ക് ഭയങ്കര എൻ്റെ അമ്മോ കോഴ്സ് വയലാറപ്പുറത്ത് നിൽപ്പുണ്ട്, അത് വേറെ കാര്യം. ഞാൻ പറയാണ് ഇതൊക്കെ എഴുതാന്ന് പറഞ്ഞാൽ എന്താണ് ലൈൻ എന്നുണ്ട്. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളെ, അതിനപ്പുറം ഒരു അനുരാഗമുണ്ട്, അതിനപ്പുറം ഒരു പ്രണയമുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ്, എന്ത് പ്രകൃതിയെ മുഴുവൻ എടുത്തുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രകൃതിയുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, വാട്ട് നോട്ട്, എന്താണില്ല. അങ്ങനെയുള്ള പദ്യമൊന്നും എഴുതുന്നവരൊന്നും ഇല്ല. ആരാണ്
അത് സാറിന്റെ പാട്ട് പറഞ്ഞപ്പോഴാ എനിക്ക് കേട്ടിട്ട് നമ്മളിങ്ങനെ, അതായത് എപ്പോഴും കേൾക്കുന്ന പാട്ടാണ് കൊഞ്ചിക്കരയിലെ. അതിനകത്ത് വേറെ നല്ല പാട്ടും കൂടെ ഉണ്ട്, പൂങ്കാറ്റിനോട്. പക്ഷെ ഈ പാട്ട് എനിക്കെന്തോ കേൾക്കാൻ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അതിൽ ഈ പറഞ്ഞ ആ കഥ മൊത്തം ഉണ്ട്, പവിഴങ്ങൾ പൊഴിയുന്ന മനസ്സെങ്കിലും കഴിയുന്നത് ഒരു കൂട്ടിലായി, അല്ലേ? പിന്നെ അതിങ്ങനെ ഇപ്പോൾ ഓർമ്മയുണ്ട്, ഈ ബിച്ചുണ്ട് എൻ്റെ എഴുത്തുകാരനെ. ഇപ്പം ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടുന്ന ആശയങ്ങൾ ആദ്യമേ അത് മ്യൂസിക് ഇട്ടാണ് ചെയ്തത്. മ്യൂസിക് ഇട്ട് ചെയ്തപ്പോഴത്തേക്ക് ആദ്യമേ എഴുതിയ ബിച്ചു എഴുതിയ ലൈൻസ് ഒക്കെ മെത്തറിച്ച് നിൽക്കുന്ന ലൈനുകളായിരുന്നു. അപ്പം വീണ്ടും ഇല്ല ബിച്ചത് അതങ്ങനെയല്ല വേണ്ടേ, ഇത്രയും ഈ ആശയങ്ങൾ ഇത്രയും ഉണ്ട് സിനിമയ്ക്കകത്ത്. ഈ സിനിമയ്ക്കകത്തുള്ള സംഘർഷങ്ങൾ തന്നെ വേണം, നിർബന്ധമാണ്. കാരണം ഒരു അപ്പൻ്റെ അമ്മയുടെയും ജീവിതത്തിനകത്ത് ഒരിക്കലും സമാധാനം കാണാതെ ഇങ്ങനെ വീർപ്പും മുട്ടി പുകഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്കൊരു ഒരു കളതാമാശി പറയുന്ന ഒരാളില്ല, ആരുമില്ല, ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത മാത്രമേ ഉള്ളൂ പ്രതീകം ആയിട്ട്. അപ്പം അങ്ങനെ ഒന്ന് കണ്ടേ, അങ്ങനെ നമ്മളവരെ എന്താ പറയുക, ഇൻസ്പയർ ചെയ്യിപ്പിക്കണം. എല്ലായ്പ്പോഴും നല്ല പാട്ടുകളൊക്കെ ഉണ്ടാവുക എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാണ്. പ്രത്യേകിച്ച് ഈ എൻ്റെ സാഹിത്യത്തിനൊക്കെ ഭയങ്കര മാറ്റി തോന്നണമെന്നുണ്ടെങ്കിലേ ആ കഥയുമായിട്ട്, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എത്രയോ പേര് പറയും ബദ്രിചേട്ടൻ്റെ പാട്ടുകൾ, സിനിമയിലുള്ള പാട്ടുകളൊക്കെ ആ സിറ്റുവേഷനായിട്ട് ഭയങ്കരമായിട്ടുള്ള ആ സിറ്റുവേഷനകത്ത് ആ പാട്ട് മിസ് ചെയ്താൽ സിനിമ മിസ് ചെയ്തു. അതാണ്, അങ്ങനെ വേണം ഞാൻ പറയുന്നത്. പാട്ട് നമുക്ക് ആ പാട്ട് അന്നാന്ന് പുറത്തു പോയി കളയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മിസ് സംതിങ്. അതിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തിയ പോലെ തോന്നണം. ആ തോന്നുന്നിടത്തോട്ട് നമ്മൾ ഉണ്ടാവണം ബിച്ചു. അതിന് കഥയുടെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ വീണ്ടും 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 റിവൈസ് ചെയ്ത് കൊടുക്കും. ഞാൻ പലരോടും അങ്ങനെയാണ്, മറ്റേ ഈ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും, ഈവൻ ഭാസ്കരൻ മാഷോട് ഒരു നാട് മുഴുവൻ ഈ പരിമലച്ചെരുവിലെ ആ കള്ളുപിടിച്ച് പാടുന്ന പാട്ടൊക്കെ ഈ ഞാൻ ഒരു കിഴക്ക് മുഴുവൻ പറയും. അപ്പോൾ പുള്ളി ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും. അതെ പോരെ, ഇല്ല ഭദ്രൻ പറയുന്നത് നല്ല രസമാണ്, നല്ല ഇപ്പൊ ഇന്നലെ അവിടെ നിന്ന് വന്നവരെ തോന്നും നറേഷൻ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞോണ്ടേ ഇരിക്കും. നമ്മൾ പറയുന്നത് ഈ നറേറ്റ് ചെയ്ത് പുള്ളിയെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇങ്ങനെ കേട്ട് എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചു. അല്ല അങ്ങനെ വേണം, അങ്ങനെയാണ് പാട്ടുകൾ ഉണ്ടാവേണ്ടത്. ഈ ഒളിമ്പിലേക്ക് വരുമ്പോൾ ക്യാരക്ടർ, എനിക്ക് അതിൽ ഭയങ്കര ഐക്കോണിക് ക്യാരക്ടറാണല്ലോ വട്ടോളി. അപ്പോൾ ഇപ്പോഴും നമ്മൾ അതിന്റെ വട്ടോളിയുടെ സീനുകൾ മാത്രമായിട്ട് കണ്ട് ചിരിക്കാറുണ്ട്. അയാളുടെ ഒരു അച്ചയറും മേക്കപ്പും എല്ലാം കൂടി, ആ ക്യാരക്ടറിന്റെ ഒരു റെഫറൻസ് എന്തായിരുന്നു സാർ കൊടുത്തത്, എന്താ പറഞ്ഞത്? അതെ, എന്നോട് ജഗതി ഞാനോട്ട് നേരത്തെ മുതലേ ഞങ്ങൾ തമ്മിൽ ആദ്യം അസോസിയേറ്റ് ചെയ്യുന്ന സിനിമയാണ്, ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സിനിമയാണ്. ജഗതി വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ മാറി കെട്ടിപ്പിടിച്ചോണ്ട് ചോദിച്ചു, ചളമാണോ ആവശ്യം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു. ചളം അല്ല ആവശ്യം, സ്ക്രിപ്റ്റിൽ ഒരു വട്ടോളിയുണ്ട്, ആ വട്ടോളി ആവശ്യം, എന്നാ ഏറ്റുപൊക്കോളാം. ചളം ആണോ എന്ന് പറഞ്ഞാൽ വായി വരുന്നല്ല പറയുന്നത്. അതാണ് പറയുന്നത്, ഫസ്റ്റ് എന്നോട് പറയുന്ന ഡയലോഗാണ്, ചളമാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് പറയാൻ സമ്മതിച്ചില്ല. സ്ക്രിപ്റ്റിലൊരു വട്ടോളിയുണ്ട്, ആ വട്ടോളി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ മീറ്ററും ആ സംസാരിക്കുന്ന എല്ലാം ഒരു വസ്തുവിലും ഉണ്ടാക്കിയിട്ടില്ല, ഒരു വസ്തുവിലും. ജഗതി അത് എനാക്ട് ചെയ്തെന്നല്ലാതെ ആ സ്ക്രിപ്റ്റിനകത്തുള്ള ഇവന മറ്റേ ഇതില്ലേ, മറ്റേ ഗ്ലാസ് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, എല്ലാം ആ മൊഴികളെല്ലാം എഴുതി വെച്ചതിന്റെ മണ്ടയിൽ കൂടെയാണ് പുള്ളി സർക്കസ് കാണിച്ചത്. അല്ല ഈ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ എഴുതി വെച്ച റൈറ്റേഴ്സ് എഴുതി വെച്ച മൊഴികളൊക്കെ തന്നെയല്ലേ ഇവർ പറയുന്നത്, അല്ലേ? പക്ഷെ ആ മൊഴികൾക്കകത്ത് ഈവൻ്റെ ഡീപ്പറിൽ കിടക്കുന്ന, ഐഡൻസിക്കിൽ പോലും കിടക്കുന്ന വളരെ നേർത്ത സംഘർഷങ്ങളെ വരെ ആരെടുത്തോണ്ട് വരുന്നു? അത് അഭിനയിക്കുന്നത് എടുത്തോണ്ട് വരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനൊരു മൊഴി ആവശ്യമില്ലേ? ആ മൊഴി അവർ സ്വന്തമായിട്ടൊന്നും അവിടെ ഉണ്ടാക്കുന്നില്ലല്ലോ, ഒരു വാക്കുപോലും ഉണ്ടാക്കുന്നില്ല. വളരെ കോൺടെസ്റ്റിൽ നിന്ന് അഭിനയിക്കുന്ന ചില സിറ്റുവേഷനകത്ത് ആക്ടർ അഭിനയിക്കുമ്പോൾ എന്താണോ ആ സ്ക്രിപ്റ്റാണ് അവർ വരുന്നത്. പക്ഷെ അവർ അതിനകത്ത് തന്നെ എസൻസ് അവർ കണ്ടെത്തണം. ഈ കണ്ടെത്തുമ്പോഴാണ് ഈ ഒരു ഈ പറഞ്ഞ ആ ഒരു സംഘർഷങ്ങൾ അതിൽ കിടക്കുന്നതിനെ എടുത്ത് നമ്മുടെ ഇത് വാഗൊണ്ട് ഇങ്ങനെ മറ്റേ ഈ കഥാപ്രസംഗം കേൾക്കുന്ന കേട്ടാൽ മാത്രം പോരല്ലോ, അത് നമ്മുടെ മുഖത്തും കണ്ണിലും എല്ലാത്തിലും നമ്മുടെ എൻറ്റയർ ഫേസ് മുഴുവൻ അത് ചലിക്കണ്ടേ, അല്ലേ? അപ്പോഴല്ലേ അത് അഭിനയാവുള്ളൂ. അതിൽ കള്ളു കുടിച്ചിട്ട് തെറി പറയുമല്ലോ, അമ്മൂമ്മയുടെ കൂടെ കള്ളു കുടിച്ചിട്ട് തെറി പറഞ്ഞ അമ്മൂമ്മ മറ്റേ വയറ്റില് കുത്തുന്നു, അതൊക്കെ ഈ മൊഴികൾ. ആ പെർഫോമൻസിന്റെ ഒരു മീറ്ററും ഒക്കെ സാർ പറഞ്ഞാണ്. എല്ലാം അങ്കിൾ പെണ്ണ് ആ
അത്രയും വണ്ണം തോന്നിക്കുക, അങ്ങനത്തെ വേഷമൊക്കെ ഇട്ട് പിന്നെ അത് ഫൈറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്. ആ ക്യാരക്ടർ മോഹൻലാൽ എങ്ങനെയാ അത് കൺസീവ് ചെയ്തതും എങ്ങനെ കൺവിൻസ് ചെയ്യാൻ ഈസി ആയിരുന്നു ആൾക്ക്? പിന്നെ മോഹൻലാലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈസ് ജസ്റ്റ് ലൈക്ക് റബ്ബർ പന്ത്. കാറ്റ് നിറച്ച് നമ്മൾ കടയിൽ പോയിട്ട് നല്ലൊരു റബ്ബർ പന്ത് മേടിച്ചു, കൈക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ അങ്ങോട്ട് ഇട്ട് അത് തുള്ളി 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 നടക്കില്ലേ എന്ന് പറഞ്ഞില്ല അദ്ദേഹം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാറ്റ് നിറയ്ക്കൊന്നും വേണ്ട, അയാൾ അങ്ങനെ ഒരു നിറവോടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പറയുമ്പോൾ തന്നെ ലാലെ ഒരു 250 കിലോ ഭാരമുള്ള, അതെങ്ങനെയാ എൻ്റെ അപ്പം എങ്ങനെയാണ് അതിൻ്റെ മേക്കപ്പ് എന്താണ്? പുള്ളി അതാ നോക്കുന്നത്. സി ലിസൺ, അതിൻ്റെ മേക്കപ്പ് എന്താണ്? മേക്കപ്പ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. കഥ ഇതാണ്, മേക്കപ്പൊക്കെ ആയിക്കോളും. അപ്പം പിന്നെ ലാലിനറിയാം അയ്യർ ഗ്രേറ്റൊക്കെ ഉണ്ടാക്കി നിൽക്കുകയല്ലേ ഞാൻ. അപ്പം അതുകൊണ്ട് കഥയൊക്കെ ഉണ്ട്, അതൊന്നും പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുത്താണ്. അപ്പം ഇത് പറയുമ്പോൾ ഞാൻ സാബു സിറിലിനോട് ചോദിച്ചു, സാബു സിറിലിൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ സിനിമയാണ്. അത് അയാളോട് ഞാൻ ചോദിച്ചു, നിനക്ക് അപ്പം എൻ്റെ ഈ അയ്യർ ദ ഗ്രേറ്റ് സിനിമയിലെ ചില ആർട്ടിൻ്റെ പല സാധനങ്ങളും പുള്ളി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പം അന്നേ എനിക്ക് ആളും എടുക്കണാണല്ലോ എന്ന് തോന്നാറുണ്ട്. അപ്പം ഇയാടെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് എന്ന് വെച്ചാൽ ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞു. പുള്ളി വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ കേൾക്കാനത് താമസിക്കുക, നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യും? അത് നമുക്ക് വാട്ടർ ബെഡ്, നമുക്ക് ഈ ശരീരം നമുക്ക് വാട്ടറിലുണ്ടാക്കാം. ഇത് ഇങ്ങനെ കിടന്ന് ആടുന്ന ഒത്തിരി തടിയാകുമ്പോൾ ഇങ്ങനെ ഒരു ബൗൺസിങ് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അത് ഞാൻ വാട്ടറിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഉറപ്പാണെന്ന് ചോദിച്ചു. അപ്പം ഇത് മനസ്സിൽ ഈ ക്യൂ വെച്ചിട്ടല്ല എന്നോട് പറയുന്നത്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യമേ ഒന്ന് നോക്കണമല്ലോ. അതിന് പറ്റിയ മേക്കപ്സുകളൊക്കെ കൂടെ വെളിയിലുണ്ട്, നമുക്കിവിടെ അഫോർഡബിലിറ്റി ഇല്ല. അപ്പം അങ്ങനെ ലാലിനെ പ്രിയൻ്റെ ഏതൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ എൻറ്റയർ കോസ്റ്റ്യൂം കാര്യങ്ങളും, കാരണം ഇതിനുള്ള ആകെ ആവശ്യമുള്ളത് ഒരു കൂൾ അറ്റ്മോസ്ഫിയറിൽ ഷൂട്ട് ചെയ്യണം. ഈ ഭയങ്കര ചൂടും ഒക്കെ ഉള്ള കാലാവസ്ഥ വലിയ പ്രശ്നമാണ്. അപ്പം നമുക്ക് കൊടൈക്കനാലിൽ തന്നെ ഷൂട്ട് ചെയ്യും. അങ്ങനെ കൊടൈക്കനാലിൽ അപ്പം കഥയിൽ ചില ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലാക്കി ഈ കോസ്റ്റ്യൂം എൻറ്റയർ സാധനം റെഡിയാക്കി ഞങ്ങൾ കൊടൈക്കനാലിൽ ചെന്ന് ഈ കെടിയിപ്പിച്ച് നോക്കുമ്പോൾ അതെത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? അതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു 200-250 വെള്ളത്തിന് വെയിറ്റ് അല്ലേ. അതിട്ടിട്ട് പുള്ളി അന്ന് ആലോചിക്കണം, സാധനം ബാലൻസ് തന്നെ ഫൈറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര പാടല്ലേ. ഭയങ്കര പുള്ളി അതല്ലേ പറഞ്ഞത്, ഈ മനുഷ്യൻ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പുള്ളി ഒരു ചലഞ്ചിങ് ആയിട്ട് അത് എനിക്ക് പറ്റത്തില്ല അങ്ങനെ, അതൊക്കെ വലിയ റിസ്ക് അല്ലേ, അങ്ങനെയൊന്നും പുള്ളി പറയില്ല. പുള്ളീനെ സേഫായിട്ട് നമ്മൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ പോലെ. അപ്പം അത് കേട്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, വ്യത്യസ്തതയുണ്ടല്ലോ. സ്മിതേനെ സ്ഫടികത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു തെമ്മാടിയുടെ കഥയാണെങ്കിൽ പോലും അയാൾ ഒരു ലൈക്കബിൾ ആകുക എന്നുള്ളതൊരു ഫാക്ടർ ആയിരിക്കും അല്ലെ, പ്രേക്ഷകർ അയാളുടെ കൂടെ നിൽക്കുക. അപ്പൊ ഈ ഒരു വശം കൂടി കൊടുക്കുക, അല്ലെങ്കിൽ സ്മിതയെ എങ്ങനെ പ്രസന്റ് ചെയ്യണം, അത്തരം ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ സ്മിതയ്ക്ക് സമാനമായിട്ട് ഈ നമ്മുടെ ഈ മുമ്പിലിടുന്ന വീനസിലാറില് ആ കാലഘട്ടത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ ഇവിടെ നല്ല ഭയങ്കര മണൽ പരപ്പുണ്ടാവും. അപ്പോൾ ഈ ലോറികളും മറ്റുമൊക്കെ താഴോട്ട് ഇറങ്ങി മണൽപ്പുറത്തോട്ട് വന്നിട്ട് ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള കുഴി, ഈ കനാല് പോലെ വെള്ളം ഒഴുകുന്നുണ്ടാവും, അതിനകത്തുനിന്ന് വെള്ളം ഈ കൊട്ടയ്ക്കകത്ത് മണ്ണ് വരും. അങ്ങനെ ഒരു 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 മണൽ വാരിച്ചക്കാരി ഈ സ്മിതയുടെ അതേ കണ്ണുകളും മുഖച്ചായാലും ഒക്കെ ഉണ്ട് ഒരു രൂപം എനിക്ക് അന്ന് കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്. അപ്പം അതുപോലത്തെ ഈ കൈലിമുണ്ടും ഈ മറ്റേ പൊക്കിയ ബ്ലൗസും ഭയങ്കര ലോ ആയിട്ടുള്ള കട്ടിങ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ അത് വെള്ളമൊക്കെ പോകാനൊക്കെ അവർക്ക് അങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ കൊട്ടയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമല്ല അതിൻ്റെ ഇവിടെ മുങ്ങുന്ന ഒരാളായിരിക്കും, മുങ്ങി എടുത്ത് ഈ പെണ്ണിൻ്റെ തലയിലോട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു പെണ്ണല്ല, 4-5 പെണ്ണുണ്ട്. അപ്പം അങ്ങനത്തെ ഈ സിൽക്ക് സ്മിതേനെ ഞാൻ എപ്പോഴും അങ്ങനെ ഒരു പെണ്ണെ ഇങ്ങനെ കണ്ട ആ ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിലാകത്ത്. ഏറെക്കുറെ രൂപവും ശരീരഭാഷയും ആ രൂപമൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ കെയർഫുള്ളായിരുന്നത് ഇത് ഫാമിലി കാണേണ്ട സിനിമയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ, വളരെ നല്ല ബോധ്യം ചെയ്യുമ്പോഴുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുമായിട്ടുള്ള ഇടപെടലിനകത്തൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് സൂക്ഷിച്ച് അത് മിതത്വത്തോടെ അത് സ്കെയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അത് സെൻസറിലൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. ഒരു സെൻസറിൽ എനിക്ക് എത്രാജ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു തമിഴ് മറ്റൊരു പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, പുള്ളിക്കാരത്തി സെൻസർഷിപ്പിലുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വന്നു വെച്ച് സിൽക്ക് സ്മിത അവിടെ ഭയങ്കര ഫെയിമാണ്.
അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെയുള്ള ഷോട്ടുകൾ, ഈ വേഷം ഇങ്ങനെ താഴെ പുക്കളുടെ താഴെ എന്നൊക്കെ പറഞ്ഞ് അതല്ല ഇങ്ങനെ, ഞാൻ ഒന്നും ചെയ്യുന്നു. വാട്ട് എവർ യു സേ ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. യു മാം ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദ സ്റ്റോറി ഇസ് ദിസ്, ഫൈൻ, ഓക്കെ. എനിക്ക് വേണമെങ്കിൽ ഈ സ്മിതയുടെ ഈ ക്യാരക്ടറിൽ സെക്സ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ കണോട്ടണി ഓഫ് ദ ഷോട്ട് കുഡ് ഹാവ് ബീൻ സംതിങ് എൽസ്. ഓക്കെ, എവിടെയെങ്കിലും സ്മിതയുടെ ഒരു ക്ലിവേജ് കാണുന്ന രീതിയിലൊരു ഷോട്ട് ഉണ്ടോ? ഐ കുഡ് ഹാവ് കെപ്റ്റ് ഷോട്ട് ലൈക്ക് ദിസ്. അതിങ്ങനെ കാണിക്കാൻ വേണ്ടി ഒക്കെ കാണിക്കാം, ഉണ്ടോ? അതെന്താണ്? ഈ സിനിമയെ നിങ്ങൾ കാണുന്നതിന് മുമ്പ് കണ്ണിൽ കണ്ടവനാണ് ഞാൻ. അന്നൊക്കെ പിന്നെ നമ്മുടെ സെൻസർ ഓഫീസറൊക്കെ നമുക്കെന്താ, നമ്മളെ കാര്യം സംസാരിച്ച് ഡീൽ ചെയ്തപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. അപ്പം പുള്ളിക്കാരത്തി അത് കൺവിൻസ്ഡ് ആയി. ഒരു അരമണിക്കൂർ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ആഫ്റ്റർ ഓൾ ഷീ സിൽക്ക് സ്മിത. അത് റോങ്, യു ഡോണ്ട് സേ ദാറ്റ്. അതെന്തിനാ ആഫ്റ്റർ ഓൾ സിൽക്ക് സ്മിത? സിൽക്ക് സ്മിത ചിലപ്പം ഭയങ്കര എന്താ പറയുക, അത്തരത്തിലുള്ള ഡാൻസുകൾ ചെയ്തിട്ടുണ്ടാവും, സെക്സ് റോൾ ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം വേറെ കാര്യം. ഈ സിനിമയ്ക്കകത്ത് അവൾ എന്താ ചെയ്തു? നിങ്ങൾ ഈ സിനിമയിൽ എന്താണ് അവരെ എങ്ങനെ കണ്ടു? ആ കാഴ്ച മാത്രം പറഞ്ഞാൽ ഒരു ഷോട്ട് പോലും എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. സാറിന്റെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ സിനിമ അത് വെള്ളിത്തിര. ഒരു എക്സെൻട്രിസിറ്റീസ് ഒക്കെ പരീക്ഷിച്ച്, അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് എന്നൊക്കെ ചില സമയം നമ്മൾ വിചാരിക്കും കൈൻഡ് ഓഫ് സ്പൂഫ് പോലെയാണോ എന്ന് പോലും തോന്നായിരുന്നു. സ്പൂഫ് പോലെയാണോ എന്ന് പോലും തോന്നായിരുന്നു. ഈ ഗ്രാമം, ആ ഒരു ഇതുണ്ടല്ലോ, അതിലേക്ക് അതിന്റെ ഒരു ഓർമ്മ എന്താ? ആ സിനിമയെ കുറിച്ച് ചോദിച്ചൊരു ഓർമ്മ എന്തായിരിക്കും? പൃഥ്വിരാജ് ആയിരുന്നു അന്ന്. അല്ല, അത് ആക്ച്വലി വെള്ളിത്തിര ഹാസ് ഹാപ്പൻഡ് ജസ്റ്റ് ലൈക്ക് ദിസ്, ജസ്റ്റ് ഹാപ്പൻഡ്. അതിനൊരു യാതൊരു പ്രിപ്പറേഷനും ഇല്ല, അങ്ങ് തുടങ്ങണമെന്ന് തോന്നി. അതിനൊരു കാരണമുണ്ട്. ഈ മറ്റേ ഉടയോൻ സിനിമ മോഹൻലാൽ ചെയ്യാൻ വേണ്ടി ഉള്ള ആ ഒരു സമയത്ത് 2-3 ഘട്ടങ്ങളായിട്ടത് മാറിപ്പോയി. അത് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സമയത്താണ് ഏഷ്യാനെറ്റ് മറ്റോ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമിൽ ഞാൻ മോഹനടക്കം ഒരു പരിപാടി കാണാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ ജോഷി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ പൃഥ്വിരാജാണ് അത് ഇത് ചെയ്യുന്നത്. ഞാൻ നല്ല മിടുക്കൻ ചെറുപ്പക്കാരൻ, കൊള്ളാമല്ലോ, ഇവന് ഏതാ പയ്യൻ? അപ്പോൾ എല്ലാവരും ചിരിച്ചു. ഇത് നമ്മുടെ സുമാറിൻ്റെ മാനാന്ന്, രഞ്ജിത്തിൻ്റെ ഈ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ഒരു ക്യൂ കിട്ടി. ഓ, അത് ശരി. അന്ന് നന്ദന ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത്, മോഹൻ, നമുക്ക് ഞാൻ നിൽക്കുന്നത് ചെറുപ്പക്കാരൻ പയ്യനെ വെച്ചിട്ട് സിനിമ എടുക്കാൻ, നിങ്ങൾ റെഡിയാണ്, ഞാൻ റെഡി. എന്നിട്ട് ഈ റിവേര റിട്രീറ്റിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ തേവരയിൽ ഞാനൊരു കഥ പെട്ടെന്ന് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, തിയേറ്ററിലൊന്നും സിനിമ ഓടുന്നില്ല, താഴെ ബി സെൻറ്ററുകളൊന്നും സിനിമ വരുന്നില്ല, ഇല്ല, സിനിമ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പയ്യന് തോന്നി അവൻ്റെ അപ്പൻ്റെ ഒരു പഴയ പ്രൊജക്ട് വെട്ടിക്കണ്ടിച്ച് ചാടിയെടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് പഴയ കുറേ സിനിമകളുടെ തുണ്ട്, സിനിമകളുടെ രജനീകാന്തിൻ്റെ അടക്കമുള്ള സിനിമകളുടെ തുണ്ട് എല്ലാം വെട്ടി ഒട്ടിച്ച് അവൻ ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്. ഈ വലിയ ആന പോലെ ഇരിക്കുന്ന വലിയ പ്രൊജക്ടറുമായിട്ട്. പിന്നെ അവിടെ നടക്കുന്ന സംഭവമാണ്, ഇത്രേ പറഞ്ഞുള്ളൂ. 30 ദിവസം സ്ക്രിപ്റ്റ്, 50 ദിവസം ഷൂട്ട് ചെയ്യാൻ. അത്ര പെട്ടെന്നുണ്ടായിരുന്നു. ചില സിനിമകൾ അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ഉടയോന്റെ അകത്തെ ഇപ്പം വയസ്സായ മോഹൻലാലിന്റെ പോർഷൻസ് കഴിഞ്ഞിട്ടാണോ മറ്റേ മോഹൻലാലിന്റെ അടുത്തോ, അതോ അതെങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ? പുള്ളി വയസ്സായ മേക്കപ്പ് ഒക്കെ പടപടാന്ന് അഴിച്ചു ഉടനെ മറ്റേതിലേക്ക് മേക്കപ്പ്. അങ്ങനെയാണല്ലേ? അത് ടൈം ടേക്കിംഗ് ഒക്കെ അല്ലേ? അതൊക്കെ മോഹൻലാലല്ലേ ചെയ്യുന്നേ. മേക്കപ്പ് മാൻ്റെ മേക്കപ്പ് അഴിച്ചു കളയാൻ പുള്ളിക്ക് വലിയ താമസമൊന്നും വേണ്ട, ഇടാനാ താമസം. ആദ്യത്തെ മേക്കപ്പ് ആണല്ലോ താമസം. അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വയസ്സായ ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഈ സമ്മർദ്ദം മൂലം വേറൊരു ക്യാരക്ടർ ഉണ്ടാക്കി. ആണോ? അങ്ങനെയല്ല, ഇത് ആക്ച്വലി ഈ സിനിമ ഈ കഥ ചിന്തിക്കുമ്പോൾ ഈ വേഷം ലാലു അലക്സിനായിരുന്നു സത്യസന്ധമായിട്ട്. അപ്പോൾ അങ്ങനെ അത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആൻ്റണിയാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്, സാറേ അത് 2 ആക്കും, ഇല്ല അല്ലാതെ സാറ് ഡബിൾ വേഷം ചെയ്യിപ്പിച്ച അത് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ആൻ്റണിയുടെ ഒരു സമ്മർദ്ദം എന്നൊന്നും ഞാൻ പറയില്ല. ആൻ്റണി എനിക്ക് തോന്നിയാൽ കൊള്ളാമല്ലോ, അപ്പനും മകനും ആക്കിയാലിൻ്റെ കുഴപ്പം, ഒന്ന് മേക്കപ്പ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് മാറ്റിയാൽ പോയി. അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഉണ്ടായത്. പക്ഷേ എനിക്ക് പിൽക്കാലത്ത് തോന്നി ആ സിനിമ ശൂരനാട് കുഞ്ഞേട്ടൻ്റെ മാത്രം സിനിമ ആയാൽ മതിയായിരുന്നു. ഒരിക്കലും ആ മകൻ ക്യാരക്ടർ മോഹൻലാൽ ചെയ്യേണ്ടിയിരുന്നില്ല. ചെയ്യാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ സിനിമ
ഒരു അക്കാഡമിക് ലെവലിൽ പോലും വേറൊരു മാനം ഉണ്ടായിരുന്നു. എന്താ വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. അയ്യോ, അതായത് അദ്ദേഹത്തിന് ലാലിൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഡബിങ് കഴിഞ്ഞതിന് ശേഷം അച്ഛനെ അവിടെ കൊണ്ടുവന്നിരുത്തി കാണിച്ചിട്ട് അച്ഛൻ അവിടെ നിന്ന് വെമ്മിട്ടപ്പെട്ടു പോയി തിരുവനന്തപുരത്ത്. അപ്പം അത് പിന്നെ പിൽക്കാലത്ത് എനിക്ക് അങ്ങനെ തോന്നി അത് മകൻ വേണ്ടായിരുന്നു. മകന് വേണ്ടാതെ വരുമ്പോൾ ഈ തമിഴ്നാട്ടിലെ വില്ലൻ വരുന്ന അതൊന്നും അല്ലാതെ അത് വേറെ തലത്തിലേക്ക് കഥ ഷൂട്ടിങ്ങിന് മുമ്പ് എന്ത് വേണമെങ്കിലും മാറ്റാമല്ലോ. നമുക്ക് എങ്ങനെ വേണം കഥയെ ചിന്തിക്കാൻ പറ്റും. അപ്പന് നമ്മൾ ഇതെന്താണ്, മണ്ണ് ആണ് സർവ്വതും, മണ്ണിൻ്റെ ഉടമസ്ഥൻ ഞാനായതുകൊണ്ട് ഞാനാണ് ഉടയോൻ. ഈ ഉടയോന് ഈ ലോകത്തുള്ള സർവ്വ മണ്ണും കയ്യിൽ ഉണ്ടാവണം. അത് പരിശ്രമിച്ചാലേ ഉണ്ടാവൂ. നീ പരിശ്രമിക്കുക, മണ്ണിനോട് യുദ്ധം വിട്ട് നീ, അവിടെ നമുക്ക് മണ്ണ് മുഴുവൻ നമുക്ക് കൈക്കലാക്കാം എന്ന് വീര്യം പറഞ്ഞ് മണ്ണിൻ്റെ മുൻപിൽ ബന്ധങ്ങൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ മണ്ണ് മാത്രം ശരണപ്പെട്ട് ജീവിതത്തെ കണ്ട ഒരു ശൂരനാട്ട് കുഞ്ഞിൻ്റെ കഥയാണ് പറയേണ്ടിയിരുന്നത്. അതിനുണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻസും ഡിസോർഡറുകളും ആക്കി അതിനെ നമുക്ക് പരിണമിപ്പിക്കാമായിരുന്നു. ഞാനല്ലേ എൻ്റെ റൈറ്റർ, എനിക്കത് മാറ്റാമായിരുന്നു. പിന്നെ അപ്പം നമ്മൾ അറിയാതെ മോഹൻലാലിൻ്റെ മകനെ മോഹൻലാലിലൂടെ അഭിനയിച്ചാൽ കൊമേഴ്ഷ്യലായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ മനസ്സിൽ വന്നുകൊണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞെന്താണ്, നമ്മൾ ചെയ്താണ് പല കാര്യങ്ങളും പഠിക്കുക. ഇന്ന് ഞാൻ ആ സിനിമയ്ക്ക് ശേഷം ഒരു സിനിമ ചെയ്തിട്ടാന്ന് ഓർക്കണം. അതെന്തുകൊണ്ടാ സർ? അതാണ് ലിസൺ, എവറി ഫിലിം മേക്കർ ഇസ് ഗാർഡഡ് വിത്ത് എ സക്സസ്. എവറി ഫിലിം മേക്കർ, പ്രത്യേകിച്ച് മലയാള സിനിമ, നമ്മൾ ആരാണ് എന്ന് സിനിമ പ്രൊഡക്ഷനിൽ വിലയിരുത്തപ്പെടുക നമ്മുടെ പ്രീവിയസ് സിനിമയാണ്. യുവർ ഗ്ലോറി ഈസ് ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് സക്സസ് എന്ന് പറയുന്നത് അതൊരു പച്ചയായ സത്യമാണ്. നമ്മൾ ആരാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ആരാണെന്നുള്ളതല്ല, നമ്മൾ പിറകിൽ എന്തായിരുന്നു ആ സിനിമയ്ക്കകത്ത്. അതിന് പിറകിൽ വളരെ പ്രതീക്ഷിക്കുന്ന ഒളിമ്പിയൻ ആന്റണി ആദം സിനിമ, ഇതെല്ലാം സക്സസ് ആകാതെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊരു സിനിമ ഇങ്ങനെ ഉടലെടുക്കുമ്പോൾ, അത് വിചാരിച്ച പോലെ പോകാതെ വരുമ്പോൾ അവിടെ നമ്മളെ ആണിയിരിക്കുക. പക്ഷെ ഞാനതൊന്നും അത്ര വലിയ കാര്യം നോക്കത്തില്ല. നമുക്ക് സിനിമ ചെയ്യാൻ തോന്നുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നു. ഇതിപ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു സിനിമ സക്സസ്, ചില ആൾക്കാർക്ക് അതിനെയൊക്കെ ത്രൈവ് ചെയ്യാനുള്ള ശക്തിയുണ്ട് കേട്ടോ. എത്ര ഫെയിലർ ആയാലും ഇവിടെ എന്ന് പറഞ്ഞാൽ ഫെയിലർ എന്നെ അത് കുറച്ച് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ബിക്കോസ് ഐ ആം ദ റൈറ്റർ. മറ്റ് ഫിലിം മേക്കേഴ്സിന്, മോസ്റ്റ് ഓഫ് ദ ഫിലിം മേക്കേഴ്സ് ആരെങ്കിലും ഒരു സപ്പോർട്ടിങ് ഫാക്ടർ ഉണ്ടാവും. അത് ചിലപ്പോൾ റൈറ്ററാണ്. റൈറ്റർ എഴുതി തന്നു, ഡയറക്ടർ എടുത്തു, കഥ എത്ര ആൾക്കാർ അത്ര എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചുമട് ഭാരം ആരിലേക്ക് കൂടെ പോയി, അങ്ങോട്ട് ഷെയർ ചെയ്യപ്പെട്ടു പോയി. ഇവിടെ നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല. അവിടെ ഒരു മറുവാക്കില്ല. ഇല്ലാതെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ സക്സസ് ആയാലും അതിൻ്റെ ഫെയിലർ ആയാലും നമ്മൾ തന്നെ ചുമക്കണം അങ്ങനെയാണ് നമ്മൾ എപ്പോഴും സിനിമയിൽ കണ്ടുവരിക. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അത് സിനിമയുടെ ഒരു വലിയൊരു ഇരുട്ടറയാണ്. പക്ഷെ അതിനുശേഷം സാർ എഴുതിയല്ലോ അല്ലേ, ഒരു ജൂതൻ എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനൗൺസ് ചെയ്ത് എഴുതി. എൻ്റെ മുന്നിൽ 4 സ്ക്രിപ്റ്റ് നിൽക്കുകയാണ്. എഴുത്തുണ്ട്. പിന്നെ ഞാൻ ചുമ്മാ ഇരിക്കത്തില്ല, എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. അതാ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, എൻ്റെ അടിസ്ഥാനം അതാണ്. ദാറ്റ് ഈസ് ഹൗ ഐ ട്രെയിൻഡ്. എൻ്റെ ഗുരുനാഥൻ ഭയങ്കര ട്രെയിൻഡാണ്. എൻ്റെ ഹരിഹരൻ സാർ മാസ്റ്ററില്ലേ, ഞാൻ എവിടെയാണോ ഡയറക്ഷൻ പഠിക്കാൻ ചേർന്നത് അദ്ദേഹം ഇങ്ങനെയാണ്, ഭയങ്കര ഡിസിപ്ലിൻഡാണ്. ഒന്നും അദ്ദേഹത്തെ അങ്ങനെയൊന്നും തളർത്തത്തില്ല. ഒരുപക്ഷെ അതാണോ നമ്മൾ ജീവിതം, സിനിമ എപ്പോഴും സക്സസ്സും ഫെയിലറുമാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഫെയിലറും ഉണ്ടാവും, സക്സസ്സും ഉണ്ടാവും. നമ്മൾ ഫെയിലറായി എന്ന് കരുതി ഉടനെ നമ്മൾ പോയി മറ്റു പലരും നമ്മൾ അഡിക്റ്റഡായി. നമ്മൾ പണ്ടൊരു സിനിമ ചെയ്തു, അതിനവിടെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ മുന്നോട്ട് ചലിക്കാൻ, മുന്നോട്ട് പ്രവർത്തിക്കാൻ കാര്യമാവും. കാരണം എനിക്കതറിയാം, ഞാൻ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഞാനൊരു സിനിമ ചെയ്താൽ കൊള്ളാം, ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്, എന്തുമാത്രം ആൾക്കാരുണ്ട്. കാര്യം ഞാനൊരിക്കലും ഹീ വിൽ നോട്ട് ബിക്കം ഔട്ട്ഡേറ്റഡ്. എനിക്ക് ഔട്ട്ഡേറ്റഡ് ആവാനൊക്കില്ല. ഞാനെപ്പോഴും പറയും, എൻ്റെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ വീടാണ്. എൻ്റെ സിനിമ അതിന് പറ്റിയ ഒരു കളരിയുണ്ട് എനിക്ക്. ലോകത്തിലെ ഏത് സിനിമ വേണമെങ്കിലും കാണാനുള്ള തിയേറ്ററുകളാണ്. ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി, ഏറ്റവും നല്ല രീതിയിൽ കാണാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ സിനിമ തിയേറ്ററിൽ പോകേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ മനസ്സ് പഴുക്കുമ്പോൾ കയറുക, കാണുക, എനർജൈസ്ഡ് ആവുക.
യെസ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വേറെ ഒന്നും അറിയില്ല. നമുക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല. എന്താ നമുക്ക് പിന്നെ വേറെ അറിയാവുന്നത്? ഇത് തന്നെ നമുക്ക് പഠനമാണ് ഇല്ലേ? ഓരോ സിനിമയും പഠനം. പിന്നെ ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ്, ഒരു പരിപൂർണമായ ഒരു സ്ക്രിപ്റ്റിൽ എത്തി യെസ് സ്റ്റാർട്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ എത്ര പേജുകൾ എഴുതി തൂത്തു വാരി കുണിച്ച് കൂട്ടി എത്ര പ്രാവശ്യത്തെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്. എൻ്റെ ഭാര്യയൊക്കെ പറയണത് ഒരു ജീവിതമൊന്നുമില്ലേ, എപ്പോഴും ഈ സ്ക്രിപ്റ്റ് എന്തിനാ ഈ സിനിമ നടക്കാതെ? വൈ നോട്ട് ഹാപ്പനിങ്? വൺ ഡേ ഇറ്റ് വിൽ ഹാപ്പൻ മാൻ, ഡോണ്ട് വറി. ഇങ്ങനെ കൂടെ കാണും. ഇനി ഒന്നും ഹാപ്പൻ ചെയ്തില്ലേ, വേണ്ട. ഞാൻ അത്രയും കാലം ജീവിച്ചില്ലേ, പ്രതീക്ഷയോടെ ജീവിച്ചില്ലേ. സി ഹോപ്പ് ഈസ് എ ഫാക്ടറി മാൻ. ഇറ്റ്സ് എ ഫാക്ടറി. See, listen, you design a factory, you produce there. That's your hope. നമ്മൾ ഹോപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ അത് ഇറ്റ്സ് ഫിനോമിനൽ ഫാക്ടറിയാണത് ഇല്ലേ? ഒരു ഭയങ്കര ഫാക്ടറി അല്ലേ? അവിടെ നമ്മൾ ചാടുന്നു, തുള്ളുന്നു, കരയുന്നു, കലഹിക്കുന്നു, അലറുന്നു. സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വികാരങ്ങൾ വരുന്നു. ഈ അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാ ആക്ടർമാരും ഞാനതിന് ശേഷം അവന്മാരവിടെ ആവുന്നത്. എനിക്കങ്ങനെ പറ്റുള്ളൂ. ഞാനെപ്പോഴും ഒരു ഭയങ്കര ഇപ്പോൾ MT പോലെ അല്ല അങ്ങനത്തെ പോലെ ആൾക്കാരൊക്കെ റൈറ്റേഴ്സൊക്കെ സൈലൻ്റ് ആയിട്ടിരുന്ന് അങ്ങനെ അതിൻ്റെ ഡ്രമാറ്റിക് സ്കെയിൽ എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ അല്ല എൻ്റെ ഒരു രീതി. കാരണം എന്നിലൊരു വളരെ പ്രൊഡോമിനൻ്റ് ആയിട്ട് തെരഞ്ഞു നിൽക്കുന്ന ഒരു ആക്ടറുണ്ട്. എനിക്ക് തോന്നുന്നു ഫാസിൽ സാറും സാറൊക്കെ അതിൽ ഒരേ മീറ്ററാന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ മുന്നിലേക്ക്. അതെ. പക്ഷേ മോഹൻലാലായിട്ട് ഒരു പ്രോജക്റ്റ് ഡിസ്കഷനിലൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ വലിയ പട സിനിമയായിരിക്കും അത്. ആവട്ടെ, അതിപ്പോൾ എന്താണോ. ഞാൻ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് അങ്ങനെയൊന്നേ ചിന്തിക്കുന്നില്ല. അത് എന്തെങ്കിലും നടക്കുന്നത് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. നമുക്ക് ആർക്കും തടുത്തു നിർത്താനൊക്കത്തില്ല. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, എൻ്റെ ഹോപ്പ് എന്ന് പറയുന്നത് ഫാക്ടറിക്കകത്ത്. ഞാൻ ആ കാലം അത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, പഴുത്തു പോവാതെ, ചൂമിച്ച് വെന്തു പോവാതെ. എന്നെ എപ്പോഴും ഐ യൂസ് ടു റീഡിസൈൻ മൈസെൽഫ്. ഞാൻ എപ്പോഴും എൻ്റെ കുറവുകളെ ഞാൻ പരിഷ്കരിച്ച് റീഡിസൈൻ ചെയ്യുള്ളൂ. തെറ്റാണോ ശരിയാണോ, തെറ്റാണോ ശരിയാണോ, ശരിയാണോ ശരിയാണോ, ഇനി ശരിയാക്കാൻ പറ്റുമോ, ഇതൊക്കെ ആക്കിയതിന് ശേഷമാണ് എൻ്റെ സിനിമ വരിക. അത് ഞാൻ പറയാം, അതെന്നിലെ ഒരു പക്ഷേ അതൊരു കുറവാകാം. ഒരു പക്ഷേ എനിക്കതിനെക്കുറിച്ച് സാറ്റിസ്ഫൈഡ് ആവണം. ഞാൻ വളരെ തുറന്ന് പറയാം, വേണേൽ അഹങ്കരിച്ചുകൊണ്ട് വേണേൽ പറയാം, എനിക്ക് പ്രേക്ഷകൻ്റെ താല്പര്യമല്ല ആവശ്യം. പ്രേക്ഷകനെ നീ പ്രീതിപ്പെടുത്തണം എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് എന്നെ പ്രീതിപ്പെടുത്തണം ആദ്യം. അങ്ങനെ വേണം ഓരോ ഫിലിം മേക്കറും. കാരണം ഒരു ഫിലിം മേക്കർക്ക്, ഒരു തിരക്കഥാകൃത്തിനും കുറേ കടമകളുണ്ട്. അതിലേറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കടമ ഏതാണെന്നറിയാമോ? കാണുന്ന പ്രേക്ഷകൻ്റെ ആസ്വാദന തലം നമ്മളാണ് വളർത്തിയെടുക്കേണ്ടത്. അവൻ കാണാത്തത്, അവൻ കണ്ടിട്ടില്ലാത്തത്, അവൻ കേട്ടിട്ടില്ലാത്തത്, അവനെ നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കാത്ത വഴികളിലൂടെ, അത് ഊടുവഴിയാവാം, സ്ട്രേറ്റ് റോഡാവാം, വീണ്ടും ഊടുവഴിയാവാം, വീണ്ടും സ്ട്രേറ്റ് റോഡാവാം, ഇതിലൂടെ ഒക്കെ നമ്മൾ അവനെ കൊണ്ടുപോകണം. ശരിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇത് നമുക്കിഷ്ടമാണ്, കൊള്ളാലോ. നമ്മളത് വീണ്ടും വിചാരത്തോടെ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ, ഇത് ക്ലിഷയാണോ, ഇതെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണോ, പറയാത്തത് എന്താ അതിനകത്ത് പറയാത്തുള്ളത്? ഞാൻ നമ്മുടെ പിള്ളേരോട് ചോദിക്കും, എടാ നീ ഭയങ്കര എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനകത്ത് എന്താണ്, നിങ്ങളൊക്കെ എല്ലാ സിനിമയും കാണുന്നതല്ലേ, മറ്റ് സിനിമകളിൽ ഇല്ലാത്തത് എന്താണ് നിങ്ങൾ കണ്ടത്? സാറേ ഈ പോയിന്റ്, ആ പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈൻ. അപ്പോൾ സാർ കുറേ കഥകൾ അറിയാൻ പറ്റി, കണ്ടിഷ്ടപ്പെട്ട് രസിച്ച സിനിമകളുടെ ഒരുപാട് നന്ദി. അത് മാത്രമല്ല പറഞ്ഞത്, അതെ, വേറെ എന്തൊക്കെയോ എന്നെ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. താങ്ക് യു സോ മച്ച്.